ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ ഷീബാമോൾ സാജനാണ്. നമ്മളുടെ ഈ പ്ലാറ്റ്ഫോമിൽ പല പ്രാവശ്യം മാം ക്ലാസ് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു കരിയർ കൗൺസിലറാണ്, അതേസമയം തന്നെ ഒരു അക്കാഡമിഷ്യനാണ്. അതിനേക്കാളധികം DMIT പോലുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റുകൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിൽ സമൂഹത്തിന് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, +2 റിസൾട്ട് വന്നു, 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു, ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇത് കേൾക്കാനും വീഡിയോയിലൂടെ കണ്ടെത്തുന്നവർക്കൊക്കെ വളരെ ഗുണപ്രദമായ രീതിയിലേക്ക് എന്താണ് ഇനി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള കരിയർ എന്ന് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാനുള്ള ആ ഒരു സാധ്യതയെ കൃത്യമായിട്ട് വെളിച്ചൂട്ടുന്ന ഒരു ക്ലാസ്സാണ്. വളരെ സ്നേഹത്തോടെ ആദരവോടെ ഷീബാമോൾ സാജൻ ഡോക്ടറെ ഞാൻ പ്രത്യേകം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. യു ആർ വെൽക്കം മാം. Thank you, sir. Thank you so much. എല്ലാവർക്കും നമസ്കാരം. വെബിനാർ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യത്തോടുകൂടി ആരംഭിച്ചോട്ടെ. തീർച്ചയായും. ഇവിടെ ഇരിക്കുന്നതിൽ എത്ര പേര് പരിശീലനം സിദ്ധിച്ച മേഖലകളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചാറ്റ് ബോക്സിലേക്ക് ഒന്ന് വരാമോ? How many of you are working in the same field where you have got... ഓപ്പൺ ചെയ്ത് പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. അൺമ്യൂട്ടഡ് ആണ് സർ. അല്ലല്ല കേൾക്കുന്നവരെ. ഞാൻ പരിശീലനം ലഭിച്ച മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. വളരെ നല്ലത്, ഭാഗ്യവാൻ. ഞാനിപ്പോൾ ആ മേഖലയിൽ എത്തി. കുറെ യാത്ര ചെയ്തെത്തി. ഒത്തിരി വളരെ നീണ്ട ബഹുലമായ യാത്ര ചെയ്ത് അവസാനം. ഏതെങ്കിലും ഒരു അവസരത്തിൽ ആദ്യമേ ആ മേഖലയിൽ എത്തിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നിയിരുന്നോ? തീർച്ചയായിട്ടും, സംശയം എന്താ? അതുകൊണ്ടല്ലേ അവസാനം നമ്മൾ എത്തിപ്പെട്ടത്. പക്ഷെ അതിന് സാഹചര്യങ്ങളില്ലായിരുന്നു. അതിന്റെ ഈ പറയുന്ന അതിരുകളെല്ലാം അടഞ്ഞ സ്ഥിതിയിലായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി എല്ലാവരും മീറ്റിംഗിൽ ഉണ്ടോ? ഒന്ന് ഓപ്പൺ അപ്പ് ആവാമോ? കാരണം ഈ വെർച്വൽ പ്ലാറ്റ്ഫോം ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ ടെക്നോളജിക്ക് നന്ദി പറയണം. അല്ലാതെ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമുക്ക് പരസ്പരം ബന്ധപ്പെടുവാനോ അല്ലെങ്കിൽ സംസാരിക്കാനൊരു വേദി ഈ സൂം, ഗൂഗിൾ മീറ്റ് ഇതിലൂടെയൊക്കെ ലഭിച്ചതിൽ നാം ടെക്നോളജിയോട് കടപ്പെട്ടിരിക്കുന്നു. ഓക്കെ, വേറെ ആരെങ്കിലും ഒന്ന് പറയാവോ? സാർ, ഞാൻ ചോദ്യം കേട്ടിട്ടുണ്ട് സാർ. സോറി, that I was just off the screen for a little time. That's why. Please. The question was nothing. The question was like this: how many of you here present are working in the same field where you are qualified in or where you have got the training? പരിശീലനം സിദ്ധിച്ച മേഖലയിൽ തന്നെ ജോലി ചെയ്യാൻ ഭാഗ്യം ലഭിച്ചവർ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ വേറെ മേഖലയിൽ ജോലി ചെയ്യുന്നവർ. ഞാൻ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത ഒരാളാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഇറങ്ങിയ ആദ്യം തന്നെ എനിക്ക് ഒരു സൗഭാഗ്യം ലഭിച്ചത് വർക്കല SN കോളേജിൽ ഒരു ലീവ് വേക്കൻസിയിൽ ഇംഗ്ലീഷ് അധ്യാപകനായി ജോലി ചെയ്യാനുള്ളതായിരുന്നു. എൻ്റെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ എൻ്റെ ഉൾക്കാഴ്ച എന്നെ ആ വർക്കല പ്രദേശത്തിലെ സകല ആൾക്കാരിലും വളരെയധികം സ്വാധീനം ചെലുത്തുകയും ആ ലീവ് വേക്കൻസി എന്ന് പറയുന്ന ഒരു കൊല്ലത്തെ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ SN കോളേജിൽ നിന്ന് വിട്ടിട്ട് വെളിയിറങ്ങിയപ്പോൾ എന്നെ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ അവിടുത്തെ സകല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തയ്യാറായിരുന്നു. ആ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് എന്നൊരു സ്ഥാപനത്തിൽ വളരെയധികം കാലം ജോലി ചെയ്തു. ഇന്ന് എനിക്ക് 73 വയസ്സുണ്ട്. 70 വയസ്സുള്ള മിക്കവാറും എല്ലാ വർക്കലക്കാരെയും ഞാൻ പഠിപ്പിച്ചിരിക്കും. എൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നിരിക്കും. ആ ഒരു ചാരിതാർത്ഥ്യം ഇപ്പോഴും ഉണ്ട്. ഞാൻ വർക്കല വഴി പോയാൽ, നടന്നു പോയാലോ ബസ്സിൽ പോയാലോ കാറിൽ പോയാലോ ഏത് രീതിയിൽ പോയാലും എന്നെ ഐ സാർ ഗുഡ് മോർണിംഗ്, ഐ സാർ ഗുഡ് ഈവനിങ് എന്ന് പറയുന്ന ഒരു 100% ആൾക്കാർ അവിടെ ഉണ്ടാവും. ആ ചാരിതാർത്ഥ്യം എന്ന് പറയുന്ന വാക്കിന് വളരെയധികം ആഴവും പരപ്പും ഉണ്ട് അല്ലേ സാർ? തീർച്ചയായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ജേർണലിസം പഠിച്ചു. ജേർണലിസം പഠിച്ചതിന് ശേഷം ഞാൻ
Fishing Chimes in the English, internationally circulated English magazine, Fishing Chimes, that is being published from Chakapattanam. I was working, along with my teaching profession, I was working as a journalist for that particular magazine. And still I continue that work, even after my retirement. So you were really fortunate and being fortunate and continuing in the same. So happy for you, sir. And a little more, if you would permit me, I would ask, I will add. Sure, sir. And along with this, I got government employment also, which was totally in another field. That was KSRTC. KSRTC, I was asked to work as a vigilance officer, and I retired as Chief Vigilance and Security Officer from KSRTC during 2003. So you were multi-talented and you were able to prove it, right? And by that time, even there does not stop. 2003, I had been to Himalayas for about 6 years. I was in Himalaya. Right. And my whole life in Himalayas helped me to cut off my ego. And I could understand how much fragile I am, to what extent I am susceptible to this nature, to what extent I must respect this nature. Then only I will understand the very meaning of my existence. To that extent, I have simplified myself, and the thought in me, the views in me, the feelings in me takes me to the extent that everything is not at all ignorable, or anything that happens in this nature has to be taken into account, and we will have to be in tune with the nature. Otherwise, nature will show its own hard hands on us, and we will be very much pathetically at the strong feet of this nature. Very much thank you, sir, for that insightful words. And may I ask you one question? This Vichar Bindu is your real name? My real name is not that. Official name is something different. I can tell you, no problem at all, but I must be permitted to say how this Vichar Bindu name came to me. After my ordeal at Himalayas, I had been to an ashram there, and Vichar Bindu is a certification name. I was given the certification as Brahmachari. Brahmachari should not be misunderstood. Brahmachari means the man who worships Brahma. Brahma means the nature, the biggest formation, manifestation of this nature. The nature itself is Brahma. So the man who worships that Brahma, this universe, this nature is Brahmachari. He who Brahmate Achadikinavan Brahmachari. Where oru Namarubangaldam Kudingipogade. ഈ ബൃഹത്തായ ബ്രഹ്മത്തെ മാത്രം ആചരിക്കുന്നവൻ ബ്രഹ്മചാരി. ആ ഒരു സർട്ടിഫിക്കേഷൻ എനിക്ക് കിട്ടി. ആ സർട്ടിഫിക്കേഷനിലൂടെ എന്നോട് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞതാണ്, നീ വിചാരം ചെയ്യേണ്ടത് ആ ബിന്ദുവിലേക്കാണ്, ആ ബൃഹത് സത്യത്തിലേക്കാണ് നീ വിചാരം ചെയ്യേണ്ടത്. അങ്ങനെ നിന്റെ പേര് ഇന്ന് തൊട്ട് വിചാര ബിന്ദു എന്നാണ്. Thank you so much, sir. That name was given to me. My real name is Sri Kumar Krishnankuti Nayar. Okay, thank you, sir. Thank you so much. Thank you very much for sharing all these things with us. വേറെ ആരെങ്കിലും? റോയ് സർ, സാറ് പ്രവർത്തന മേഖലകളിൽ തന്നെയാണോ, പരിശീലനം സിദ്ധിച്ച മേഖലയിൽ തന്നെയാണോ വർക്ക് ചെയ്യുന്നത്? സാർ അൺമ്യൂട്ട് ചെയ്യൂ. സാറ് ക്വസ്റ്റ്യൻ ചെയ്ത് കേട്ട് കാണത്തില്ലായിരിക്കും. റോയ് സർ അൺമ്യൂട്ട് ചെയ്യൂ. നജീബ് അൻസാരി, നിർമ്മല കുമാരി ചോദിച്ചതാണ്, നമ്മൾ ശരിക്കും ട്രെയിൻ ചെയ്ത അതേ ഫീൽഡിൽ തന്നെയാണോ നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. മറ്റു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ പാഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ടോ എന്നും കൂടെ അതിനൊരു അർത്ഥമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, യെസ് മാം. റോയ് സർ? യെസ്. എനിക്ക് ചെറുപ്പം മുതലേ വലിയ പാഷനൊന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ ജനിച്ച് എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ഇതില്ലായിരുന്നു. പക്ഷേ ഇടക്കാലത്ത് എനിക്ക് ചില താല്പര്യങ്ങൾ വരാനൊരു കാരണമുണ്ടായി.
എൻ്റെ ഒരു കസിൻ്റെ വീട്ടില് തിരുവനന്തപുരത്ത് താമസിച്ചുകൊണ്ട് ആണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നത്. ആ സമയത്ത് ഞാൻ മെഡിക്കൽ കോളേജും ലോ കോളേജും ഒക്കെ കാണേണ്ട ഒരവസരം ഉണ്ടായപ്പോൾ എനിക്ക് ഡോക്ടറാവണം, വക്കീലാവണം, ഇതുവരെയുള്ള പ്രൊഫഷൻ ഉണ്ടെന്ന് തോന്നൽ വന്നതാണ്. അങ്ങനെ ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു. പക്ഷേ ബേസ് ഇല്ലാത്ത എനിക്ക് അതുപോലെ ഒരു പെർഫോമൻസിൽ രക്ഷപ്പെടാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ സുവോളജി ഗ്രാജുവേഷൻ സബ്ജക്റ്റ് എടുത്ത് പഠിച്ചു. കോതമംഗലം MA കോളേജിലാണ്. അപ്പൊ ആ സമയത്ത് കലാപരമായ കാര്യങ്ങൾ ഒന്നിനും ഉറപ്പിക്കുന്നില്ല, എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് പാസ്സായി. സുവോളജി പാസ്സായി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ വേണമെന്നൊരാഗ്രഹം തോന്നി. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നമുക്ക് MA സോഷ്യോളജി ഒരു നല്ല സബ്ജക്റ്റാണ്. അങ്ങനെ ഞാൻ MA സോഷ്യോളജി പഠിക്കാൻ വേണ്ടി ഇൻഡോറിൽ പോയി. അവിടെ ആയിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ MSW എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അതിന് അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ നല്ല വാല്യൂ ഉള്ളതാണ്. അതിന് റിട്ടേൺ ടെസ്റ്റും ഇന്റർവ്യൂ ഒക്കെ ഉണ്ട് എന്ന് പറയും. ചുമ്മാ ഒന്ന് പൊയ്ക്കളയാന്ന് ഓർത്ത് ഞാൻ പോയി റിട്ടേൺ ടെസ്റ്റ് എഴുതി പാസ്സായി. എന്നെ സെലക്ട് ചെയ്ത് ഇന്റർവ്യൂവിന് വിളിച്ചു. അങ്ങനെ ഇൻഡോർ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അതെൻ്റെ ഒരു വഴിത്തിരിവായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുമായിരുന്നു ഈ സോഷ്യൽ വർക്ക്. അത് തന്നെയല്ല, അവിടെ തന്നെ ഒരു പ്രൊജക്ഷൻ ഉണ്ടായിരുന്നു. ഈ അവിടെ പഠിക്കുന്ന സോഷ്യൽ വർക്ക് പഠിക്കുന്ന കുട്ടിയോട് സമൂഹത്തിലും വലിയ ഒരു ബഹുമാനവും അപ്രോച്ചും ഒക്കെ ഉണ്ടായി. അങ്ങനെ ഞാൻ MSW കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എടുത്ത സബ്ജക്റ്റ് പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ലേബർ വെൽഫെയർ ആൻഡ് പേഴ്സണൽ മാനേജ്മെന്റ്. അത് കഴിഞ്ഞ് കുണ്ട്ര അലുമിനിയം ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൽ ട്രെയിനിങ് ആയിട്ട് കയറി. അവിടെ ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ ട്രിവാൻഡ്രം റബ്ബർ വർക്ക്സ് എന്ന് പറയുന്ന പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻ്റെ ഫാദറിന്റെ നിർദ്ദേശപ്രകാരം അതിലെ ഒരു ഷെയർ പാർട്ടിസിപ്പോട് കൂടി അവിടുത്തെ പേഴ്സണൽ മാനേജറായിട്ട് ജോലിയിൽ പ്രവേശിച്ചു. അപ്പൊ പാഷൻ ഉള്ള മേഖലയിൽ തന്നെ സാറിന് വർക്ക് ചെയ്യാൻ പറ്റി? പാഷൻ കണ്ടുപിടിക്കാൻ താമസം വന്നേ ഉള്ളൂ. പക്ഷെ പാഷൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ഇത് തോന്നി. അപ്പോൾ മുൻകൂട്ടി ഒരു പാഷൻ ഇല്ലായിരുന്നു, പക്ഷെ അതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ നമുക്ക് സാറിനെ ഭാഗ്യവാൻ എന്ന് വിളിക്കാം അല്ലേ? അതെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ എനിക്ക് വേറെ ഒരു കഴിവുണ്ടായിരുന്നു. ഈ സുഹൃത്തുക്കളുടെ ഒക്കെ ചില പ്രശ്നങ്ങളിൽ ഇടപെട്ട് കഴിയുമ്പോൾ എനിക്ക് അതില് അവരെയൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കാനൊരു വാസന എനിക്കുണ്ടായി. അത് തന്നെയല്ല, വളരെ ദാമ്പത്യ കാര്യങ്ങളിലെ പ്രശ്നം പറ്റിയ എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ രക്ഷിച്ചെടുത്തു. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ ഒരു കഴിവ് ഉണ്ട് എന്നുള്ള വിവരം എൻ്റെ അറിയാവുന്നവരും എല്ലാവരും എന്നോട് പറഞ്ഞപ്പോൾ അതിൽ ഇച്ചിരി ഒരു ഇത് കിട്ടണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ കൗൺസിലിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ് അറ്റൻഡ് ചെയ്തു. ആ സമയത്ത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞാൻ ഒരു NGOയുടെ അടുക്കെ, ഈ തലയോലപ്പറമ്പിൽ തന്നെയുള്ള ഒരു NGOയുടെ അടുക്കെ ചെന്നു. അപ്പോൾ അവിടെ ഇതൊക്കെ കോഴ്സ് കഴിഞ്ഞ അപ്പോൾ അവിടെ 1-2 കേസുകൾ എനിക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റിയപ്പോഴത്തേക്കും അവിടെ ഒന്ന് സെർവ് ചെയ്യാവോ എന്ന് എനിക്ക് ചോദിച്ചു. ഞാൻ അങ്ങനെ അവിടെ മറ്റേ സെൻട്രൽ ഗവൺമെന്റിന്റെ ഗ്രാൻഡോട് കൂടി നടത്തുന്ന ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന പ്രോജക്റ്റിലെ കൗൺസിലറായിട്ട് ഞാൻ അവിടെ ജോലി നോക്കി. അപ്പോൾ വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എനിക്ക് ഒരു കഴിവുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുകയും അതിനെ മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ ഞാൻ എൻ്റെ പാഷൻ ഇത് തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചു. ഓക്കെ, താങ്ക് യു സർ. അപ്പൊ ഞാൻ ഇവിടെ ആ ചോദ്യം ചോദിച്ചതിൽ എനിക്ക് 4 പേരിൽ നിന്നാണ് റെസ്പോൺസ് കിട്ടിയത്. ഈ 4 പേരിൽ ഇപ്പം തോമസ് സാമുവൽ സർ ഏത് മേഖലയാണെന്ന് ആ മേഖല മാത്രം ഒന്ന് പറയാമോ? കൗൺസിലിംഗ് മേഖല മാം. കൗൺസിലിംഗ് മേഖല. അപ്പൊ സാർ ആദ്യം മുതൽ തന്നെ പരിശീലനം സിദ്ധിച്ച മേഖലയിലും അത് തന്നെയായിരുന്നോ സാറിന്റെ പാഷൻ? യെസ്, ഓക്കെ. അപ്പൊ സാറിന് അത് സാധിച്ചു. റോയ് സാറിനെ സംബന്ധിച്ച് വൈകി
എങ്കിലും ആ മേഖലയിൽ എത്തിപ്പെടാൻ അല്ലെങ്കിൽ പാഷനുള്ള മേഖലയിലേക്ക് എത്താൻ സാധിച്ചു. സാബു സാർ പറഞ്ഞപ്പോഴും അത് പറഞ്ഞു, ആദ്യമേ തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല എങ്കിലും അവിടെ എത്തി. വിചാരബിന്ദു സാർ പറഞ്ഞ സമയത്തും പുള്ളി ആദ്യം മുതലേ അതിലായിരുന്നു, അതിൽ ആ ചാരിതാർത്ഥ്യം. അപ്പോൾ അവനവൻ്റെതായ ആ പാഷൻ ആദ്യം മുതലേ തിരഞ്ഞെടുത്തപ്പോൾ ഉണ്ടായ ചാരിതാർത്ഥ്യം വൈകിയാണെങ്കിലും അതിലെത്താൻ സാധിച്ചപ്പോൾ ഉണ്ടായ അവരുടെ ആ പ്രവർത്തന മേഖലയിൽ അവർക്ക് കൈവരിക്കാൻ സാധിച്ച ആ മികവ്, ഇതൊക്കെ നമുക്ക് വാക്കുകളിലൂടെ കേൾക്കാൻ സാധിച്ചു. പക്ഷെ ഇന്നത്തെ തലമുറയിൽ നാം പലപ്പോഴും നോക്കുമ്പോൾ പലരും മാതാപിതാക്കന്മാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാന്, ഓളത്തിനൊപ്പം സഞ്ചരിക്കാന് പലപ്പോഴും നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ 100 out of 100 അല്ലെങ്കിൽ 100% നേടി IIT-യിലും IIM-ലും ഒക്കെ പഠിച്ചിറങ്ങിയതിന് ശേഷം ജീവിതത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കാതെ ആത്മഹത്യ ചെയ്യുന്നവർ, ഡിപ്രഷനിലേക്ക് പോകുന്നവർ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ 1.5 വർഷം 2 വർഷമായിട്ട് ഇപ്പോൾ നാം പുതിയ ഒരു മഹാമാരിയുടെ ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് അനുയോജ്യമായ ഒരു കരിയർ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നതിനെ പറ്റിയും സർ ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു സർ. എൻ്റെ സ്ക്രീൻ കാണാവോ? കാണാം വരുന്നു. ഓക്കെ. ഇന്നൊരു 3 രഹസ്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നെ സംബന്ധിച്ച് സാബു സാറ് പറയുകയുണ്ടായി, ഞാനൊരു കൗൺസിലർ കം അക്കാഡമീഷ്യനാണ്. വളരെയധികം എനിക്കും പരിശീലനം സിദ്ധിച്ച മേഖലയിൽ നിലനിൽക്കുവാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അതുപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലും പൊളിറ്റിക്കൽ സയൻസിലും ഒക്കെ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങാനും റെക്കോർഡ് മാർക്സ് ഇപ്പോഴും നിലനിൽക്കുന്ന റെക്കോർഡിന് ഉടമയായിരിക്കാനും ഒക്കെ സാധിച്ചു. അതൊരു ഈ മേഖലയിലേക്ക് ഞാൻ എത്തിപ്പെടുവാനുണ്ടായ കാര്യം, ഈ മേഖല അല്ലെങ്കിൽ ഈ കരിയർ കൗൺസിലിങ്ങിന് ഞാൻ ടീച്ചിങ് ആണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്, അതിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കരിയർ കൗൺസിലിങ്ങിലേക്ക് അല്ലെങ്കിൽ ഈ വെബിനാറിലെ ഈ വിഷയം തന്നെ ഞാൻ തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് ചില ഷോക്കിംഗ് ഫാക്ട്സ്. 80% of the school college students make major career decisions based on their academic scores, parental pressure or availability of admission. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത്. മുമ്പ് നമ്മൾ ഏത് കരിയർ എടുക്കണം എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഏത് വിഷയത്തിലാണ് കൂടുതൽ മാർക്ക് കിട്ടിയത്, ആ വിഷയത്തിലേക്ക് പോവുക. പിന്നെ പാരന്റൽ പ്രഷേഴ്സ്, ദെൻ അവൈലബിലിറ്റി ഓഫ് അഡ്മിഷൻ എനിക്ക് ഇതിലായിരുന്നു താല്പര്യം, പക്ഷെ അന്ന് അതിൽ അഡ്മിഷൻ കിട്ടിയില്ല. അതിലേക്ക് അത് കിട്ടാത്ത കാരണം ഞാൻ വേറെ കോഴ്സ് എടുത്തു. ഇങ്ങനെ പറയുന്നവരെയും കാണാനുണ്ട്. Then qualified doctors, engineers, lawyers, they quit to take careers in sales, marketing, banking, teaching and training. പ്രത്യേക മേഖലയിൽ പരിശീലനം സിദ്ധിച്ച ശേഷം അതിൽ നിന്ന് വ്യത്യസ്തമായ മേഖലയിലേക്ക് ആൾക്കാർ പോകുന്നതായി നാം കാണുന്നുണ്ട്. Then 84% have varying levels of confusion in choosing the right career. ഏത് കരിയർ എടുക്കണം എന്നൊരു കൺഫ്യൂഷൻ പലപ്പോഴും ഈ 12ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്ന സമയത്ത്, 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് കുട്ടികളും രക്ഷിതാക്കളും ചോദിക്കുന്ന ചോദ്യമാണ്, ഏത് കോഴ്സിനാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്, ഏത് എടുക്കണം, ഇങ്ങനെ ഒരു ചോദ്യം വരാറുണ്ട്. ദെൻ 2 billion jobs will disappear by 2030. നാം ഇന്ന് പരിശീലനം നേടുന്ന പല മേഖലകളും 2030 അപ്രത്യക്ഷമാവും എന്നാണ് scientific research പറയുന്നത്. Then 85% of jobs that will exist in 2030 haven't been invented yet. 2030 ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പല ജോലികളും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടും കൂടിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ദിവസം എന്നെ കാണാൻ വരികയുണ്ടായി. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞെന്ന് വെച്ചാൽ she was so much worried because അവരുടെ മകൾക്ക് സൈക്കോതെറാപ്പി ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവർ സൈക്കോതെറാപ്പിക്ക് വേണ്ടിയിട്ട് വലിയൊരു കോളേജിൽ അഡ്മിഷൻ എടുത്തു. അപ്പോൾ ഈ സൈക്കോതെറാപ്പിക്ക് വേണ്ടി ഈ കുട്ടി പോകണം എന്ന് പറഞ്ഞ സമയത്തും നമ്മളിപ്പോൾ എല്ലാവരും പറയാറുണ്ട് കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ അവരെ വഴിതിരിച്ചു വിടണം, അപ്പോൾ അവർ എക്സൽ ചെയ്യും എന്നൊക്കെ. അപ്പൊ ഇത് ഈ അമ്മ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അച്ഛനോട് പറയുകയും, പക്ഷെ അച്ഛൻ അത് സമ്മതിച്ചിരുന്നില്ല. ഈ സൈക്കോതെറാപ്പി എന്ന് പറഞ്ഞ കോഴ്സ് മകൾ ചെയ്താൽ ശരിയാവില്ല, അവൾക്ക് അതിൽ വിജയിക്കാൻ പറ്റില്ല എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ബട്ട് അമ്മയും മകളും അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കി ഈ കുട്ടി ഈ കോഴ്സ് പഠിക്കാൻ പോവുകയും 2 വർഷം കഴിഞ്ഞപ്പോൾ
സമയവും റിസോഴ്സസും നഷ്ടപ്പെടുത്തി ഈ കുട്ടി തിരികെ വരികയുണ്ടായി. അതിനത് ചെയ്യാൻ പറ്റില്ല പറഞ്ഞിട്ട്. എന്നിട്ട് ഈ അച്ഛൻ പറഞ്ഞതുപോലെ കുട്ടി ലിറ്ററേച്ചർ എടുത്ത് പഠിക്കാൻ ആരംഭിക്കുകയും അതില് വിജയിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു ഇതാണ്, കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരതിൽ എക്സൽ ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു. ഇവിടെ അച്ഛൻ കേൾക്കാൻ തയ്യാറായിരുന്നു, പക്ഷേ ടൈം ആൻഡ് റിസോഴ്സസ് വെർ വേസ്റ്റഡ്. അതിനോടനുബന്ധിച്ച് ഇത് 2 വർഷത്തിന് മുമ്പ് ഞാൻ കൺഫ്രണ്ട് ചെയ്തൊരു സിറ്റുവേഷനാണ്. അതിനോടനുബന്ധിച്ച് തന്നെ അതേ കാലഘട്ടത്തിൽ വേറെ എൻ്റെ ഒരു നെയ്ബർ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയിട്ട് അവരുടെ മകൻ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നത്, +2 ആണ്, 12th അപ്പോൾ ദേ ടോൾഡ് മീ ദാറ്റ് ദേ ചേഞ്ച് ദ സ്ട്രീം ഓഫ് ദ ചൈൽഡ്. ഞങ്ങൾ അവനെ സയൻസിലാണ് ചേർത്തിരുന്നത്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ അവൻ ആദ്യം മുതലേ ഹ്യൂമാനിറ്റീസിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പോയിട്ട് കഴിഞ്ഞ 1 മാസത്തിന് മുമ്പ് അവനെ സ്ട്രീം ചേഞ്ച് ചെയ്ത് ഹ്യൂമാനിറ്റീസിലേക്ക് മാറ്റി. ഇപ്പോൾ അവൻ നന്നായി പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കാനോ പഠിക്കാനോ അസൈൻമെന്റ്സിനോ ഒന്നോ യാതൊരു ബുദ്ധിമുട്ടുമില്ലാണ്. അപ്പൊ ഈ 2 കേസിലും അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. ഒരു കേസിൽ കുട്ടിയുടെ പാഷന് പുറകെ ആൾക്കാർ പോയി, മാതാപിതാക്കൾ പോയി. 2ാമത്തെ കേസിൽ മാതാപിതാക്കളുടെ ഇഷ്ടപ്രകാരം കുട്ടി പോയിട്ട് പിന്നീട് 1 വർഷത്തിന് ശേഷം അവരെ തിരിച്ചറിഞ്ഞ് ആ കുട്ടിയെ അതിന് ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് തിരിച്ചുവിട്ടു. ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ how we can identify our right passion, how we can find out what is the best area where we can excel in. അതുപോലെ തന്നെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഏത് കോഴ്സ് എടുക്കണം, ഏത് കോഴ്സിനാണ് സാധ്യത? ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഏത് കോഴ്സിനാണ് സാധ്യത എന്ന് ചോദിക്കുന്നതിനേക്കാളും ഏത് കോഴ്സിൽ എനിക്ക് സാധ്യതയുണ്ട്, ഏത് കോഴ്സിൽ എനിക്ക് സാധ്യതയുണ്ടെന്നുള്ളത്. പൊതുവെ നമ്മൾ ഈ ലോയേഴ്സ് നന്നായി വർത്താനം പറയുന്നവരൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും, പണ്ട് പറയാറുണ്ട് ആൾക്കാർ, നീ വക്കീലായാൽ നന്നായിരിക്കുന്നത്. പലപ്പോഴും നന്നായി വർത്താനം പറയാനുള്ള കഴിവ് മാത്രമാണോ വക്കീലിന് വേണ്ടുന്നത്? കാര്യങ്ങൾ ഓർത്ത് വെക്കാനും കോറിലേറ്റ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും ഷാർപ്പായിരിക്കാനും ഇങ്ങനെ ഒരുപാട് സ്കിൽസ് ചേർന്നിട്ടാണ് ഇതിലേക്ക് എത്തുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും, എങ്ങനെ ഈ റൈറ്റ് കരിയറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിലെ പലരെയും സംബന്ധിച്ച് ഹാർഡ് ഏൺഡ് മണി, വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ധനം കൊടുത്തിട്ടാണ് 15 ലക്ഷം 20 ലക്ഷത്തിന്റെ അഡ്മിഷനൊക്കെ എടുത്ത് 30-32 ലക്ഷമൊക്കെ ചിലവാക്കിയിട്ട് അവസാനം അവർ ഡ്രോപ്പ് ഔട്ട്സ് ആയിട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ നാഷണൽ വേസ്റ്റേജ് ഓഫ് റീസോഴ്സസ്, വേസ്റ്റേജ് ഓഫ് ടൈം, വേസ്റ്റേജ് ഓഫ് എനർജി, പിന്നെ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഈ ഫ്രസ്ട്രേഷൻസ്, ഇതൊക്കെ എങ്ങനെ നമുക്ക് അതിജീവിക്കാൻ പറ്റും? ഇങ്ങനെ ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ റോങ് കരിയർ ചോയ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ ചില ഡേറ്റാസും കൂടെ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. 1.5 million engineers graduated from roughly 3,500 odd engineering colleges across India. Almost 3 times the number barely a decade prior. Survey found that less than 20% of the graduates are considered employable. ഈ എംപ്ലോയബിൾ എന്ന് പറയുന്ന വാക്കിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഇപ്പൊ നമ്മുടെ റിസൾട്ട് വന്നല്ലോ. കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിന്റെ റിസൾട്ട് നോക്കിയപ്പോൾ അവിടുത്തെ ഫസ്റ്റ് എന്ന് പറയുന്നത് 96.8, സെക്കൻഡ് എന്ന് പറയുന്നത് 96.6, തേർഡ് എന്ന് പറയുന്നത് 96.4. അത് 3 പേർക്കുണ്ട്. അപ്പൊ ഈ 96% വാങ്ങിച്ച ആള് ചിത്രത്തിലേ ഇല്ല. വളരെയധികം കോമ്പറ്റീഷനും ഉള്ള ഒരു കാലഘട്ടമാണിത്. അപ്പൊ ഇതില് ഇത്രയും മാർക്സ് എല്ലാം വാങ്ങിയിട്ട് ആ മേഖലയിൽ എംപ്ലോയബിലിറ്റി അല്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്കോ ഇന്റർപ്രിട്ടേഷൻ ലെവലിലേക്കോ ഈ മാർക്ക് വാങ്ങിയവർക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എവിടെയായിരിക്കും പിശക് പറ്റിയത്? ദെൻ ഇവിടെ നമ്മൾ പറഞ്ഞത് 20% ഓഫ് ദ ഗ്രാജുവേറ്റ് മാത്രമേ എംപ്ലോയബിൾ ആയിട്ടുള്ളൂ. പാസ്സായതിലാണ്, ബാക്കി 80% ആർ നോട്ട് എംപ്ലോയബിൾ. ഓവർ 93% ഓഫ് ഇന്ത്യൻ സ്റ്റുഡൻസ് ആൻഡ് മില്ലേനിയൽസ് ബിറ്റ്വീൻ 17 they know only 7 career options in India. പക്ഷെ ഇപ്പോൾ നമുക്ക് ഈ വാട്സപ്പ് വഴിയും ടെക്നോളജിയുടെ ആ ഒരു സഹായം നിമിത്തം ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. there is a lot of informations available. Then ഇവിടെ ഹയസ്റ്റ് ഡിഫോൾട്ട് റേറ്റ് ഓഫ് ലോൺ പേയ്മെന്റിനകത്ത് അവർ എഞ്ചിനീയറിംഗിന്റെയും നഴ്സിംഗിന്റെയും പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തേതാണ്. ഈ കേരള ടെക്നിക്കൽ
യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് ബാച്ചിന്റെ പാസ് പെർസെൻറ്റേജ് 36.41 ആണ്. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ കുറഞ്ഞ പക്ഷം ആ ഒരു കട്ട് ഓഫ് മാർക്കുള്ള വ്യക്തികളായിരിക്കും അതിനകത്ത് വരുന്നത്. അതിൽ നിന്നാണ് ഈ 34.41% പാസ്സായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയധികം ആൾക്കാർക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് why this mismatch happens, the basic errors while choosing a career. ഇപ്പോഴും പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. parental pressure to choose a stream or profession that parents are forcing you into. അച്ഛനും അമ്മയും തീരുമാനിക്കും. പലപ്പോഴും LKG-യിലൊക്കെ കൊണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ ഡോക്ടർ, എഞ്ചിനീയർ, ഇങ്ങനെയുള്ള ഈ 2 കരിയറാണ് മനുഷ്യരുടെ മുന്നിലേക്ക് വരുന്നത്. Then peer pressure to choose the same stream as your friend chosen. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ചൂസ് ചെയ്ത സ്ട്രീം ഇതാണ്, അതുകൊണ്ട് ഞാനും അതിന് തന്നെ പോവാം. Then mob mentality to follow the crowd, trend. ഇപ്പോഴത്തെ ട്രെൻഡ് അതായിരുന്നു, അങ്ങനെ പറയുന്നത് നമുക്ക് കേൾക്കാറുണ്ട്, മോബ് മെന്റാലിറ്റി. Then over inclination towards medical or engineering profession. Possibilities of getting jobs abroad. ഈ ജോലി പഠിച്ചാൽ വിദേശത്ത് നമുക്ക് സാധ്യതയുണ്ടെന്നുള്ളത്. Then stream career that will fetch you a government job. Social status. Then lack of awareness of career options. Financial difficulties. ഇതൊക്കെയാണ് സാധാരണയായി നാം കണ്ടുവരുന്നത്. അപ്പോൾ particularly in this VUCA world, how can my child or my ward or my student can get an unfair advantage over other children? മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെ എൻ്റെ കുട്ടിക്ക് വിജയിക്കാൻ സാധിക്കും? VUCA വേൾഡ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ വോളറ്റൈൽ ആയിട്ടുള്ള, അൺസർട്ടൺ, കോംപ്ലെക്സ് ആൻഡ് ആംബിഗ്യൂസ് വേൾഡ്. ഇന്ന് പറയുന്നതായിരിക്കില്ല നാളെ പറയേണ്ടി വരിക. പലപ്പോഴും അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഒരു ലോകത്തിൽ എങ്ങനെയായിരിക്കും നമുക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കുക? ഇവിടെ ഒന്നാമതായിട്ട് എവ്രി ചൈൽഡ് ഈസ് യുണീക്ക്. ഓരോ കുട്ടിയും യുണീക്കാണ്. ഒരാളെ പോലെ വേറെ ഒരാളില്ല. ഹൗ ടു നോ യുവർ സൺ ഓർ ഡോട്ടർ, ഹൗ ടു നോ യുവർ ചൈൽഡ്സ് ഹിഡൻ പൊട്ടൻഷ്യൽ ആൻഡ് പേഴ്സണാലിറ്റി. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? എന്തുകൊണ്ടാണ് ഒരു കുട്ടിയെ മനസ്സിലാക്കണം എന്ന് പറയുന്നത്? നോയിങ് യുവർ ചൈൽഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വൈ? എന്തുകൊണ്ട്? ടു ഐഡന്റിഫൈ ദ സ്പെസിഫിക് ടാലന്റ്, interest, attitude, personality. It's a signpost towards understanding their unique and specific talents. ഇവിടെ റോയ് സാർ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, വളരെ വൈകിയാണെങ്കിലും പുള്ളിക്ക് കൗൺസിലിംഗിൽ ഒരു ടാലന്റ് ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന്, അല്ലേ? അപ്പോൾ ഇറ്റ്സ് എ സൈൻ പോസ്റ്റ് ടുവേർഡ്സ് അണ്ടർസ്റ്റാൻഡിങ് ദെയർ യുണീക്ക് ആൻഡ് സ്പെസിഫിക് ടാലൻസ്, ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് പേഴ്സണാലിറ്റി, സോ ദാറ്റ് യുവർ ചൈൽഡ്സ് യുണീക്ക് ഗിഫ്റ്റ് ക്യാൻ ബി മാച്ച് ടു എ സക്സസ്ഫുൾ ഫ്യൂച്ചർ കരിയർ. ഇനി കരിയറിൽ ഇന്ന് പത്രം വായിച്ചപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊരു കുട്ടി ലോകത്തിൽ 3rd പൊസിഷൻ IQ, വൈശാലി ഫ്രം തിരുനെൽവേലി. IQ വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും മനുഷ്യരെ അളക്കുന്നത്, കുട്ടികളെ അളക്കുന്നത്. എക്സാക്ട്ലി, IQ ഈസ് നീഡഡ്. IQ മാത്രം മതിയോ? EQ ആൻഡ് AQ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇന്ന് പല കോർപ്പറേറ്റ് കമ്പനികളും ആൾക്കാരെ എടുക്കുമ്പോൾ they focus on AQ, adaptability quotient. കാരണം നാം പഠിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കുന്ന മേഖലയിൽ നിന്നും അപ്പോഴപ്പോഴും ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് അഡാപ്റ്റബിൾ ആവാൻ കഴിവുണ്ടോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻറ്റും കൂടിയുണ്ട്, അല്ലേ? We have traditional and modern methods to measure and increase cognitive skills and IQ. അത് പൊതുവെ എല്ലാവർക്കും IQ കൂട്ടാനുള്ള വഴിയൊക്കെ എല്ലാവർക്കും അറിയാം. Being well off in IQ alone is all required, or is there something else? IQ മാത്രം മതിയോ? പലപ്പോഴും ഈ 100-100 മാർക്ക് വാങ്ങുന്നവരും കോളേജ് ടോപ്പേഴ്സ് ആവുന്നവരും സ്കൂൾ ടോപ്പേഴ്സ് ആവുന്നവരും, why can't they succeed in life? Why are they not competent to face the realities of life? So why is it important to increase my child's EQ and AQ? അപ്പൊ EQ-നെ പറ്റി AQ-നെ പറ്റി പറയുമ്പോൾ ഈ പാൻഡമിക് കാലത്ത് വളരെയധികം പോപ്പുലർ ആയ ഒരു ഫിഗറാണ് നമ്മളിപ്പോൾ ഇതിൽ കാണുന്നത്. ഈ പാലം കാണാവോ? കാണാം അല്ലേ? യെസ്, ഇത് കരീബിയൻ മേഖലയിലുള്ള ഹോണ്ടുരാസിൽ പണിയപ്പെട്ട ഒരു പാലമാണ്. ആ ഹോണ്ടുരാസിൽ ആ പ്രദേശം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പ്രോൺ ടു ഹരിക്കെയിൻസ് ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അപ്പൊ അതിൽ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ജപ്പാൻ കമ്പനി വളരെ മികച്ച ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു പാലമാണ് നമ്മൾ ആദ്യം കാണുന്നത്, ഈ ഇടതുവശത്ത് കാണുന്നത്.
അപ്പൊ അന്ന് അതിന്റെ ചോട്ടിലൂടെ ഒരു നദി ഉണ്ടായിരുന്നു. ആ നദിക്ക് മുകളിൽ വളരെ പ്രൗഢിയോടെ നിൽക്കുന്ന ആ ഒരു പാലം നമുക്ക് കാണാം. അപ്പൊ ആ വർഷം ഇത് പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷമുള്ള ഒരു വർഷത്തിൽ ഉണ്ടായ ഒരു ഹരിക്കെയിനില് കരീബിയൻ ലാൻഡ് കംപ്ലീറ്റ് നാശത്തില് നശിപ്പിക്കപ്പെട്ടു. പിന്നെ അതിനുശേഷം എന്താ സംഭവിച്ചാൽ, പക്ഷെ ഈ പാലത്തിന് ഒന്നും സംഭവിച്ചില്ല. അതിന്റെ ടെക്നോളജി അത്രമാത്രം നല്ലതായതുകൊണ്ട് അതിന് ചുറ്റുമുള്ള സകലതും ഒഴുകിപ്പോയിട്ടും നശിച്ചിട്ടും ഈ പാലത്തിന് ഒരു പ്രശ്നവും സംഭവിച്ചില്ല. പാലം അതുപോലെ തന്നെ നിന്നു 100% ക്വാളിറ്റേറ്റീവ് ആയിട്ട്. പക്ഷെ ഒരു കുഴപ്പം സംഭവിച്ചു. ആ വലതുവശത്തെ പിക്ചർ ഒന്ന് നോക്കിക്കേ. ഇപ്പോൾ ആ പാലത്തിന്റെ അടിയിലൂടെ നദി ഒഴുകുന്നില്ല. ഈ പാലത്തിന് പറയുന്നത് ചോലുട്ടക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പാലം നിർമ്മിച്ചത്. അപ്പൊ ചോലുട്ടക്ക ബ്രിഡ്ജ് ഓവർ ദി ചോലുട്ടക്ക റിവർ. ഇറ്റ് ഈസ് എ ലെസൺ വാട്ട് ഹാപ്പൻസ് വെൻ യു കാൺട്ട് അഡാപ്റ്റ്. ആ ഡിസാസ്റ്റർ സംഭവിച്ചതിന് ശേഷം ഈ നദി ഗതിമാറി ഒഴുകിയപ്പോ ഈ പാലത്തിന് തീർത്തും പ്രസക്തിയില്ലാണ്ട് പോയി. പാലം വളരെ ക്വാളിറ്റേറ്റീവ് ആയിരുന്നു, ബട്ട് ഇറ്റ് വാസ് നോട്ട് ഏബിൾ ടു അഡാപ്റ്റ് അക്കോർഡിംഗ് ടു ദ ചേഞ്ച് സിറ്റുവേഷൻ. ഇപ്പോൾ ആ പാലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എ ബ്രിഡ്ജ് ഓവർ നത്തിങ് ദാറ്റ് ടേക്സ് യു നോവെയർ. ഇതിൽ നമ്മൾ ഐക്യു വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് 100%, ബട്ട് ഇറ്റ് വാസ് നോട്ട് ഏബിൾ ടു അഡാപ്റ്റ്. ഇവിടെയാണ് സെയിം ഐക്യു വിത്തൗട്ട് ഇ ക്യു ആൻഡ് എ ക്യു. ചില ഇ ക്യൂവും എ ക്യൂവും ഇല്ലാത്ത ലീഡേഴ്സിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഹതഭാഗ്യരെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന കേൾക്കാറുണ്ടല്ലേ, ആ മനുഷ്യൻ ഒന്നും അയാളെ കൊണ്ട് പറ്റുന്നില്ല. ഹി ഈസ് നോട്ട് കാം, ഹി ഈസ് നോട്ട് ഏബിൾ ടു ഗെറ്റ് ഓവർ ഇൻ ടു ഇറ്റ്, റൈറ്റ്? ദെൻ അതേ സ്ഥാനത്ത് സെയിം ഐക്യു വിത്ത് ഇ ക്യു ആൻഡ് എ ക്യു, അവരുടെ മുഖത്തിലെ ഭാവം കാണാൻ പറ്റുന്നുണ്ടോ? വ്യത്യാസമുണ്ടോ അതില്? അല്ലേ? യെസ്. അപ്പോൾ ഐക്യു മാത്രമല്ല ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടുന്നത്. ഐക്യു ഈസ് ഓഫ് കോഴ്സ് ഇറ്റ്സ് നെസസറി. അറ്റ് ദ സെയിം ടൈം ഇ ക്യു ആൻഡ് എ ക്യു ഈസ് ഓൾസോ നെസസറി. അപ്പോൾ ഒരേ സാഹചര്യത്തിൽ എങ്ങനെ സന്തോഷം കണ്ടെത്തുന്നു, എങ്ങനെ സങ്കടപ്പെട്ട് മൊത്തത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ബ്രേക്ക് ഔട്ട് ആയിരിക്കുന്നു. Excuse me? SQ. That is also a quotient. Okay. അതെന്താണ് സാർ പറയാമോ? That is spiritual quotient. That is spiritual quotient. Spiritual quotient. മാതാപിതാക്കൾക്ക് വേണ്ടതാ സർ. മാതാപിതാക്കൾക്കല്ല, സോഷ്യൽ quotient ആണ്. മാതാപിതാക്കൾക്ക് ഇല്ലെങ്കിൽ പിന്നെ അതെങ്ങനെ സ്പിരിച്വൽ quotient മുതിർന്നവർക്ക് വരെ വേണം. സ്പിരിച്വൽ quotientനെ പറ്റി ഉണ്ടാകണം. യെസ്, നമ്മൾ എല്ലാവർക്കും വേണം സാറേ. സ്പിരിച്വൽ quotient മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടായിക്കൊടുക്കും. ഞാനൊന്ന് പറഞ്ഞോട്ടെ. സ്പിരിച്വൽ ക്വസ്റ്റ്യനെ പറ്റി നാം സംസാരിക്കുമ്പോഴേ ഈ വെസ്റ്റേൺ ഫിലോസഫിയില് സ്പിരിച്വാലിറ്റി ഈസ് സംതിങ് a private matter which will be reflected in your public affairs. സ്പിരിച്വാലിറ്റിയെ പറ്റി നാം സംസാരിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രൈവറ്റ് ഡിസിപ്ലിനെ അല്ലെങ്കിൽ പ്രൈവറ്റ് ലൈഫിനെ സ്ട്രീംലൈൻ ചെയ്യുന്ന ഒന്നാണ് ഏതൊരു സ്പിരിച്വാലിറ്റിയും. അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഏർപ്പെടുന്ന മേഖലയിൽ പ്രതിഫലിക്കും. Then there people will ask, what is your spirituality quotient? അത് എക്സാമ്പിൾ എവിടെ എടുത്താലും, ഇപ്പൊ രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ സനാതന ധർമ്മം അനുസരിച്ചിട്ടൊക്കെ ഉള്ളവർ പറയുമ്പോഴത്തേക്കും 4 മണിക്ക് എഴുന്നേൽക്കുന്നു, നിർമാല്യം തൊഴുന്നു, പിന്നെ അതിൻ്റെതായ വൃത്തങ്ങൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇറ്റ് ഷോസ് എ ഡിസിപ്ലിൻ ഓഫ് ലൈഫ്. മറ്റേ ഇസ്ലാം മതത്തിലേക്ക് പോകുമ്പോൾ അവിടെ 5 നേരം നിസ്കരിക്കണം, അതിലും വെളുപ്പിന് എഴുന്നേൽക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇറ്റ് ഓൾസോ ഹാസ് ഫാസ്റ്റിംഗ് ആൻഡ് എവറിത്തിങ്. ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പോഴും അവിടെയും 40 days ലെൻഡ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാസ്റ്റിംഗ്, ദെൻ രാവിലെ എഴുന്നേൽക്കണം, 4 മണിക്കും ആരാധനയുണ്ട്, മാസമുണ്ട്, ഇങ്ങനെ പോകുന്നു. അപ്പം വെൻ യു ആർ സോ മച്ച് ഇൻ ടു ദാറ്റ് സ്പിരിച്വൽ ക്വോഷ്യന്റ് ആൻഡ് വെൻ യു ഹാവ് ആക്ച്വലി അക്വയർഡ് ഇറ്റ്, once when you come into your public affair, ഈ ഇതൊക്കെ ചെയ്തിട്ട് ജോലി ചെയ്യാനായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്ന വ്യക്തി ഒരു കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇയാളുടെ ഈ പ്രൈവറ്റ് ഡിസിപ്ലിൻ അയാളുടെ പബ്ലിക് അഫയറിന്റെ ക്വാളിറ്റിയെ വർദ്ധിപ്പിക്കും. ഇഫ് ഇറ്റ് ഈസ് പ്രോപ്പർലി ഇന്റർപ്രറ്റഡ്. ശരിയല്ലേ?
യെസ്, തീർച്ചയായിട്ടും. ശരിയല്ലേ? റിയൽ irrespective of any religion, if it is interpreted and understood properly, that will talk for you in your public sphere. ഓക്കെ. Wherever you go, it will be reflected in the quality of your work. റിയൽ സ്പിരിച്വാലിറ്റി മീൻസ് റിലിജൻ ഈസ് നോട്ട് എ ഫാക്ട് ഫോർ Yes. അതുകൊണ്ട് കാരണം ബേർഡ്സ് ഐ വ്യൂ ലഭിക്കും. നമുക്ക് അതിനകത്ത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തർക്കും അവരവരുടെ ശരികളാണ്. മറ്റൊരാളുടെ ശരിയെ ഉപദ്രവിക്കാത്ത കാലത്തോളം ഈ ശരികൾ നമുക്ക് അംഗീകരിച്ചു. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ആനയെ കാണുന്ന കഥ പറയുമല്ലോ. ചെവിയിൽ പിടിച്ച ആളെ സംബന്ധിച്ച് പ്രൊവൈഡഡ് അത് മുറം തന്നെയാണ്. കാലിൽ പിടിച്ച ആളെ സംബന്ധിച്ച് ദാറ്റ് ഈസ് എ പില്ലർ, ബിക്കോസ് അതാണ് അയാളുടെ എക്സ്പീരിയൻസ്. ബട്ട് ടെറസിൽ നിന്ന് നോക്കുന്ന ആൾക്കേ അറിയുള്ളൂ ഇവരെല്ലാം പറഞ്ഞത് കറക്റ്റ് ആണ്. അതാണ് ഈ കോംപ്രിഹെൻസീവ് വിഷന്റെ പ്രശ്നം, പ്രത്യേകത. അതുകൊണ്ടാണ് സാറ് പറഞ്ഞത് സ്പിരിച്വാലിറ്റിക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന്. അപ്പം ഇഫ് യു ആർ എലിവേറ്റഡ് ടു ദാറ്റ് കോംപ്രിഹെൻസീവ് ലെവൽ, ദെൻ ഇറ്റ് ഈസ് പോസിബിൾ. ഓക്കെ, ശരി സാർ. അപ്പൊ SQ നമ്മൾ പോയി. SQ, each and every person should have it, and provided it should be in the proper way. Okay. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നിരുന്ന വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഞാൻ EQ തിരികെ മടങ്ങി വരട്ടെ. If there is one thing that is constant in life, it's changes. Adaptability quotient is the key to becoming a champion for success. മാറാനുള്ള കഴിവ്. ഈ പാൻഡമിക് ആരംഭിച്ച സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത്, ഒരു CEO, പുള്ളി രാവിലെ എഴുന്നേറ്റ് റെഡിയായി വന്നു കഴിഞ്ഞാൽ കാറ് താഴെ വരും, ഡ്രൈവർ വന്നിട്ട് കാറ് തുറന്നു കൊടുക്കും, പേഴ്സണൽ സെക്രട്ടറി ഫയൽസ് ഒക്കെ എടുത്തകത്ത് വയ്ക്കും. ദെൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓഫീസൊക്കെ റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്, ജസ്റ്റ് ചെന്നിരിക്കുന്നു, ലാപ്ടോപ്പ് ഓൺ ആക്കുന്നു, കോൺഫറൻസിങ്ങിന് അവർ റെഡിയാക്കി വെക്കുന്നു. ഹി ഈസ് ടു സിറ്റ് ദെയർ ഓൺ ദ ചെയർ ആൻഡ് ഗിവ് ഹിസ് ഡിസിഷൻസ്. ഹി ഈസ് വെരി ഗുഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ലീഡിങ് ദ കമ്പനി. ബട്ട് പാൻഡമിക് വന്ന് ലോക്ക്ഡൗൺ ആയപ്പോൾ എന്താ സംഭവിച്ചത്? പുള്ളി തന്നെ പുള്ളിയുടെ മേശ ശരിയാക്കണം, പുള്ളി തന്നെ പോയി ഫയൽസ് കണ്ടുപിടിക്കണം, പുള്ളി തന്നെ വന്ന് അതിന്റെ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കണം. ഹി ഹിംസെൽഫ് ഹാസ് ടു അഡ്ജസ്റ്റ് ഫോർ ദിസ് മീറ്റിംഗ്സ്. He has to open the file. He has to write down everything or type everything. അപ്പൊ അങ്ങനെ ഒരു അഡാപ്റ്റബിലിറ്റിയിലേക്ക് എത്താൻ ഒരു 2-3 മാസം പിടിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആ അഡാപ്റ്റബിലിറ്റി പുള്ളിക്ക് സാധിച്ചിരുന്നില്ല എങ്കിൽ ഈ ഡിസിഷൻ മേക്കിംഗ് എന്ത് ചെയ്യുമായിരുന്നു? ലീവ് എടുത്തിരിക്കേണ്ടി വന്നേനെ, അല്ലെങ്കിൽ he would not be present in the right time. അപ്പോൾ adaptability quotient is the key to becoming a champion for success. Nowadays in this world we find equally qualified people turning obstacles into opportunities. It is commonly known as the science of resilience. പ്രാപണം പ്രാപിക്കാനുള്ളതല്ല, ഉത്കൃഷ്ടത അല്ലെ, ഉൽപ്പതിഷ്ണുത, അതാണ് അതിന്റെ കറക്റ്റ് വേർഡ്. Adaptability is becoming increasingly important in an age of constant technological innovation. Companies benefit from adaptable employees, particularly ടീച്ചേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കമ്പ്യൂട്ടർ കൈകാര്യമേ ചെയ്തിട്ടില്ലാത്ത ടീച്ചേഴ്സ് വരയ്ക്കും പാൻഡമിക് സിറ്റുവേഷനിൽ സൂം എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, ഗൂഗിൾ മീറ്റ് എങ്ങനെയാണ്, മൈക്രോസോഫ്റ്റ് ടീംസ് എങ്ങനെയാണ്, എങ്ങനെ ഷെയർ സ്ക്രീൻ ചെയ്യാം, ഗൂഗിൾ മീറ്റ്, സോ മച്ച് അത് പഠിക്കാൻ അവർ തയ്യാറായി എന്നുള്ളതാണ്. അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നെങ്കിലോ? ഇപ്പൊ ഇവിടെ ലോ EQ, ഹൈ EQ, ഇമോഷണൽ ക്വോഷ്യന്റിനെ കുറിച്ച് സംസാരിക്കും. ലോ EQ ഉള്ള വ്യക്തികളെ സംബന്ധിച്ച അൺഹാപ്പിനെസ്, ഫ്രസ്ട്രേഷൻ, എംപ്റ്റിനെസ്, ബിറ്റർനെസ്, ഡിപ്രഷൻ, ഇൻസ്റ്റെബിലിറ്റി, ലോ സെൽഫ് എസ്റ്റീം, നമ്മളെയൊക്കെ എന്തോത്തിനാ അല്ലെ, ഫെയിലിയർ, ഡിജക്ഷൻ, ആങ്കർ. വെറുതെയുള്ള സംസാരത്തിലാണെങ്കിൽ പോലും ചിലരോട് വർത്താനം പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും അവർ പറയുന്നത്, നമ്മളൊക്കെ ആരാ? താഴ്മയുടെ ഭാഗത്തിൽ നിന്നും എളിമയുടെ ഭാഗത്തിൽ നിന്നും പറയുന്നതൊന്നും വേറെ, അല്ലാണ്ട് ഉള്ളിൽ നിന്ന് പറയുന്നതൊന്നും വേറെ. അത് അവരുടെ ആ ലോ EQ-നെയാണ് കാണിക്കുന്നത്. ഹൈ EQ, ഹാപ്പിനെസ്, എലേഷൻ, പീസ്, അവയർനെസ്, അക്സെപ്റ്റൻസ്, കംഫർട്ട്, ഹൈ സെൽഫ് എസ്റ്റീം, സാറ്റിസ്ഫാക്ഷൻ. ഈ സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇന്ന് ഞാൻ വായിച്ച ഒരെണ്ണത്തിനകത്ത് എഴുതിക്കാം, ഒരാള് റോൾസ് റോയ്സ് കാറിൽ കയറിയിട്ട് പറയണം, ഐ എം സോ സാഡ്, കാരണം എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവനൊരു പ്രൈവറ്റ് ജെറ്റ് വാങ്ങിച്ചു. അപ്പൊ അയാളുടെ ഡ്രൈവർ പറയുകയാണ്, അല്ല സാർ താങ്കളും ഭാഗ്യവാൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതെങ്ങനെയാണ്, ആ ജെറ്റിലുള്ള സൗകര്യം വല്ല ഈ റോൾസ് റോയ്സ് കാറിലുണ്ടോ? അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനൊപ്പം തന്നെ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു റോൾസ് റോയ്സ് കാർ ഉണ്ടല്ലോ, എന്ത് ഭാഗ്യമാണ്, എനിക്കുള്ളത് ഒരു ഹോണ്ട സിറ്റിയാണ് എന്ന് പറഞ്ഞിട്ട് അയാളുടെ കാറിനെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കാറിനെ പുകഴ്ത്തിക്കൊണ്ട് നടന്നു പോകുന്നു. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ശരിയാണ്, നിങ്ങൾ പറഞ്ഞ ശരിയല്ലേ, അപ്പൊ ഞാനും ഒരു ഭാഗ്യവാനാണ്, പക്ഷെ ഞാനത് തിരിച്ചറിയുന്നില്ല.
ഈ മനുഷ്യൻ നടന്നു പോകുന്ന സമയത്ത് വേറൊരു ലേഡീനെ കണ്ടിട്ട് ആ ലേഡി പറയാണ്, അയ്യോ ഞാൻ ഓടി പോവുകയാണ്, കാരണം എനിക്ക് ബസ് പിടിക്കണം. ഇയാൾ ഈ കാറിനെ ഈ ഹോണ്ട സിറ്റിയുടെ ഉടമസ്ഥൻ വന്നിട്ട് ഈ കാറിനെ വഴക്ക് പറയുന്നു, ഇടിക്കുന്നു. അപ്പൊ ഈ ലേഡി ചോദിക്കുകയാണ്, എന്ത് പറ്റി, നിങ്ങളുടെ കാറ് കേടായോ? ഇല്ല, എന്റെ കാറ് കേടായതല്ല, എനിക്ക് ഈ കാറാണുള്ളത്. അപ്പൊ ഈ ലേഡി പറയാണ്, നിങ്ങൾക്ക് ഈ കാറെങ്കിലും ഉണ്ടല്ലോ. അപ്പൊ ഈ ഒരു കാറുള്ളതും ജീവിതത്തിൽ സാറ്റിസ്ഫൈ ആവാൻ അല്ലെങ്കിൽ സന്തോഷിക്കാൻ ഒരു വകുപ്പാണല്ലേ. ഇവർ ഓടി അവിടെ ചെല്ലുമ്പോഴത്തേക്കും ബസ് വിട്ടുപോയി. അപ്പൊ സൈഡിൽ കൂടെ നടന്ന് ബൈസൈക്കിളിൽ പോകുന്ന ഒരു മനുഷ്യൻ, ഞാൻ 32 കിലോമീറ്റർ സൈക്കിൾ ഓടിച്ചാണ് പോയി വരുന്നത്, കാരണം ബസ്സിന് കൊടുക്കാനുള്ള കാശ് എനിക്കില്ല. ഇതിനാകുമ്പോൾ കാശ് കൊടുക്കണ്ടല്ലോ, നിങ്ങൾക്ക് ബസ്സിൽ പോകാനുള്ള കാശെങ്കിലും ഉണ്ടല്ലോ. അങ്ങനെയുണ്ടോ? അപ്പൊ ആ മനുഷ്യൻ വിചാരിക്കാണ്, കൊള്ളാമല്ലോ, ഈ മനുഷ്യൻ പോകുന്ന സമയത്ത് എൻ്റെ ഈ വണ്ടി സൈക്കിൾ ചവിട്ടി ഞാൻ വളരെ കഷ്ടപ്പെടുകയാണ്, എന്ത് ജീവിതമാണ് എൻ്റേത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പാർക്കിന്റെ അടുത്തെത്തുമ്പോൾ ഇയാൾ ആ ബൈസൈക്കിൾ അവിടെ നിർത്തിയിട്ട് നോക്കുമ്പോൾ ഉണ്ടാ ഒരു ലേഡി, ഒരു 10-70 വയസ്സുണ്ടാവും. ആ പുള്ളിക്കാരി ഒരു വീൽ ചെയറിലാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർ ചോദിക്കുക, എന്ത് പറ്റി മോനെ, നിനക്ക് എന്താ ഇത്ര വിഷമം? അല്ല, എനിക്ക് ബസ്സിൽ പോകാനുള്ള കാശില്ലാത്തത് കൊണ്ട് ഞാൻ ഈ സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോകുന്നു, അതിലെനിക്ക് വിഷമമുണ്ട്. അപ്പൊ ഈ പുള്ളിക്കാരി പറയാണ്, നോക്കൂ, എൻ്റെ കാലുകളെ വർക്ക് ചെയ്യുന്നില്ല, നിനക്കൊന്നും ഇല്ലെങ്കിൽ ഇത് ഓടിക്കാനുള്ള ആരോഗ്യവും നടന്നു പോകാനുള്ള കാലുകളും ഉണ്ടല്ലോ. അപ്പൊ ഈ മനുഷ്യൻ വിചാരിക്കാണ്, അപ്പൊ എന്നിലും സന്തോഷിക്കാനുള്ള കാരണങ്ങളുണ്ട്. തിരിച്ച് ഇയാളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ചിരിച്ചുകൊണ്ട് എന്നോട് സംസാരിക്കാൻ സാധിച്ചു? അപ്പോൾ ആ സ്ത്രീ പറയുന്ന മറുപടി എന്ന് പറയുന്നത്, ഞാൻ കുറെ കാലം വിഷമിച്ചൊക്കെ നടന്നു, പക്ഷെ പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ ഒന്നുമില്ലെങ്കിൽ എനിക്ക് എൻ്റെ കൈകൾ അനക്കാവല്ലോ, ആ വീൽ ചെയർ ഉരുട്ടാനായിട്ട് കൈകൾ ഉപയോഗിക്കാനും കൈകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ഈ ഇല്ലായ്മയിൽ പോലും സന്തോഷിക്കാൻ സാധിക്കുന്ന ആൾക്കാർ, റോൾസ് റോയ്സിൽ ഇരിക്കുമ്പോൾ പോലും വ്യഥ അനുഭവിക്കുന്ന, സഫർ ചെയ്യുന്ന ആൾക്കാർ, അതിന്റെ ഡിഫറൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ദെൻ കണ്ടന്റ്മെന്റ്, ഫ്രീഡം, അപ്രീസിയേഷൻ, മോട്ടിവേഷൻ, ഡിസയർ, ബാലൻസ്ഡ് ഈഗോ, ഇതൊക്കെ ഹൈ ഇക്യുവിന്റെ ലക്ഷണങ്ങളാണ്. ഇവിടെ അങ്ങനെ ഈ ഇക്യുവിന് ഇത്രയധികം പ്രാധാന്യമുണ്ട്. ഇത് കണ്ടെത്തിയിട്ട് നമ്മുടെ കുട്ടിയുടെ പാഷനെ നമുക്ക് എങ്ങനെ ഒരു പ്രൊഫഷനാക്കി മാറ്റാൻ പറ്റും? ഈ പ്രൊഫഷനാക്കി, ഞാൻ പറഞ്ഞ ആ കഥയിൽ രണ്ട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. കഥയല്ല, അത് ശരിക്കും നടന്ന സംഭവം തന്നെയാണ്. ഒന്നില് കുട്ടിയുടെ പാഷനെ പുറകെ അച്ഛനും അമ്മമാരും പോയി, പക്ഷെ 2 വർഷത്തെ ധനനഷ്ടം, മാനനഷ്ടം, സമയനഷ്ടത്തിന് ശേഷം തിരികെ അച്ഛന്റെ ഇഷ്ടപ്രകാരം ആ കുട്ടി പഠിക്കുകയും വിജയിക്കുകയും ചെയ്തു. രണ്ടാമത്തെ കേസിൽ അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടപ്രകാരം സയൻസ് സ്ട്രീം എടുക്കുകയും 1 വർഷം നഷ്ടപ്പെടുത്തിയ ശേഷം തിരിച്ചു വന്ന് തൻ്റെ മേഖല കണ്ടെത്തുകയും ചെയ്തു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഈ 2 കൂട്ടരുടെയും കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാം, അതിനെന്തെങ്കിലും സയന്റിഫിക് മെത്തേഡ്സ് ഉണ്ടോ, അതിനെപ്പറ്റി പഠിക്കാനായിട്ട് ഞാനന്ന് സമയം മാറ്റിവെച്ചു. അതിന്റെ ഫലമായിട്ട് ഞാൻ കണ്ടെത്തിയതാണ്, നമുക്കിത് അറിയണമെന്നുണ്ടെങ്കിൽ അതിനെ മെഷർ ചെയ്യണം, അല്ലേ? ഏതെങ്കിലും ഒരു കാര്യം മെഷർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. നമ്മുടെ കുട്ടിയുടേതായ ആ സ്പെസിഫിക് ടാലൻസ് അല്ലെങ്കിൽ പാഷൻ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് എത്രമാത്രം ആഴവും പരപ്പും ഉണ്ട് എന്ന് മെഷർ ചെയ്താൽ നമുക്കതിനെ ഇമ്പ്രൂവ് ചെയ്തിട്ട് then we can go behind it. We cannot improve what we don't measure. If we don't know the measurement, then we can't act upon it. അപ്പൊ ഇതിന് സയന്റിഫിക് ആയിട്ട് ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന IQ മെഷർ ചെയ്യാനായിട്ടുള്ള ഒരുപാട് സ്കിൽസ് നമ്മുടെ കയ്യിലുണ്ട്. EQ മെഷർ ചെയ്യാനായിട്ട്, AQ മെഷർ ചെയ്യാനായിട്ട്, പാഷൻ കണ്ടെത്താനായിട്ട് എന്തെങ്കിലും സയന്റിഫിക് ടൂൾസ് ഉണ്ടോ? ഈ ടൂൾസിന്റെ പുറകെ പോയപ്പോഴാണ് സൈക്കോമെട്രിക് അസസ്മെന്റ്സിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കാനിടയായത്. അത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ദെൻ വാട്ട് ഈസ് സൈക്കോമെട്രിക് അസസ്മെന്റ്സ്? ഇറ്റ്സ് എ ഫീൽഡ് ഓഫ് സ്റ്റഡി കൺസേൺഡ് വിത്ത് ദ തിയറി ആൻഡ് ടെക്നിക്സ് ഓഫ് സൈക്കോളജിക്കൽ മെഷർമെന്റ്സ്. ഇവിടെ ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ് ആൻഡ് പേഴ്സണാലിറ്റി, ദീസ് 3 തിങ്സ് ആർ ബീയിങ് മെഷേർഡ്. നമ്മളിപ്പോൾ സോട്ട് അനാലിസിസ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ബട്ട് ദിസ് ഈസ് സംതിങ് സയന്റിഫിക്കലി ഡൺ ആൻഡ് കൊറോബറേറ്റഡ്. നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കുറെ ഹയർ ലെവലിൽ നിൽക്കുന്ന ഒരു ഇതായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഹെൽപ്സ് ടു, എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം? ഇറ്റ് ഹെൽപ്സ് ടു ഡിസ്കവർ യുവർ പേഴ്സണാലിറ്റി, ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് യുവർ പ്രൊഫഷണൽ പ്രിഫറൻസ്, ഇൻട്രസ്റ്റ് ആൻഡ് വാല്യൂ, പൊട്ടൻഷ്യൽ കേപ്പബിലിറ്റീസ്, ലേണിംഗ് സ്റ്റൈൽ ആൻഡ് പ്രിഫേർഡ് വർക്കിംഗ് എൻവയൺമെന്റ്. ഇതിനെപ്പറ്റി നമുക്ക് സെപ്പറേറ്റ് ഡിസ്ക്രിപ്ഷൻ തന്നെ അവരുടെ റിപ്പോർട്ടിൽ കിട്ടാറുണ്ട്.
ഇനി ഈ സൈക്കോമെട്രിക് അസസ്മെന്റ്സിലൂടെ നമ്മൾ അത് കണ്ടെത്തി കഴിഞ്ഞാൽ how we can make our child competent to set them up for a world-class career, or how we can get them into a highly successful career of their dreams. Adina, we want to make them unconsciously competent. ഈ കാലഘട്ടത്തിൽ ഫ്രസ്ട്രേഷൻ ഇല്ലാതെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് ഏരിയ വെയർ വി ക്യാൻ ബി അൺകോൺഷ്യസ്ലി കോമ്പീറ്റന്റ്. ചില അധ്യാപകരെ സംബന്ധിച്ച് അത് പേപ്പർ നോക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള തെറ്റുകൾ കണ്ടുപിടിക്കുന്നത് കാണാൻ പറ്റും. അതർവൈസ് 2 വാക്കുകൾ മാറ്റിയിടുമ്പോൾ തന്നെ ആ വാചകത്തിന്റെ ഘടന തന്നെ മാറിപ്പോകുന്നതായിട്ട് കാണാം. അൺകോൺഷ്യസ്ലി കോമ്പീറ്റന്റ് നമ്മൾ വർക്ക്ഷോപ്പിലുള്ള ചില മെക്കാനിക്സിനെ സംബന്ധിച്ച് കാണാറുണ്ട് ഇങ്ങനെ, അല്ലേ? യെസ്, with respect to certain scientists, these people become unconsciously competent. When they become unconsciously competent, they are capable for a world-class career. How is it possible? Why you need to choose a career path without confusion? How to find a career that suits my taste and potentials? Where to invest my hard-earned money so that my child can have a bright future? Where he or she thrives in a career and enjoys life. പല ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന പലരുടെയും ലൈഫ് എടുത്ത് നോക്കുമ്പോൾ ദേ ഡോണ്ട് എൻജോയ് ദെയർ ലൈഫ് അറ്റ് ഓൾ. അപ്പൊ ലൈഫും എൻജോയ്മെന്റും ഇത് രണ്ടും എങ്ങനെ പോകാൻ പറ്റും? ബിക്കോസ് വെൻ യുവർ പാഷൻ ബിക്കംസ് യുവർ പ്രൊഫഷൻ, യു നീഡ് നോട്ട് വർക്ക്. നമ്മൾ വർക്ക് ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ ഉറങ്ങാന്നുള്ളതല്ല അർത്ഥം. അർദ്ധരാത്രി കഴിഞ്ഞ് വെളുപ്പാങ്കാലം വരെ ഇരിക്കുമ്പോൾ അതൊരു ക്ഷീണമായിട്ടോ അതൊരു കഷ്ടപ്പാടായിട്ടോ ഇവർ കണക്കാക്കുന്നത്. ബിക്കോസ് ദാറ്റ് ഈസ് ദെയർ പാഷൻ. ദേ ഡോണ്ട് ഐഡന്റിഫൈ ദാറ്റ് ദേ ആർ ഹാർഡ് വർക്കിംഗ്, ദേ ആർ എൻജോയിങ് ഇറ്റ്. അവിടെയാണ് അതിന്റെ പ്രത്യേകത വരുന്നത്. നമ്മളുടെ കുട്ടീൻ്റെ ഫോക്കസ് കണ്ടെത്തിയതിന് ശേഷം നമ്മൾ പ്രൊഫഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ഡയഗ്രാം, ഇപ്പോൾ ഇത് വളരെ പോപ്പുലർ ആണ്. ഇറ്റ് ഈസ് ബീങ് നോൺ ഇൻ ഡിഫറെൻറ്റ് നെയിംസ്. അതിൽ വളരെ ഇതായിട്ടുള്ള ഒരെണ്ണമാണ് ഞാൻ ഇവിടെ എൻ്റെ PPT യൂസ് ചെയ്തിരിക്കുന്നത്. വെൻ യുവർ വർക്ക്, വെൻ യു ലവ് യുവർ വർക്ക് ആൻഡ് ദ വേൾഡ് നീഡ്സ് ഇറ്റ്, നിങ്ങൾ ചെയ്യുന്ന ആ ജോലി നിങ്ങൾ ഇഷ്ടപ്പെടുകയും ലോകത്തിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ടാവുകയും ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് എ മിഷൻ. ഇനി ഈ വേൾഡിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് അതിന് കാശ് കിട്ടുന്നു. നമ്മുടെ നാട്ടിൽ നിന്നും ITIക്കാർ പണ്ട് ഗൾഫിലേക്ക് പോയിരുന്നു. പലരും ഇഷ്ടപ്പെട്ടു പോയതൊന്നുമല്ല, they were getting payment for it and the world needed it. Then that becomes your vocation. ശരിയല്ലേ? ITIs, പോളിടെക്നിക്, ഈ വൊക്കേഷണൽ കോഴ്സസ് ഒക്കെ പഠിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പേയ്മെന്റ് കിട്ടും, ലോകത്തിന് ആവശ്യമുണ്ട്. സോ ദാറ്റ് ബിക്കംസ് അവർ വൊക്കേഷൻ. നെക്സ്റ്റ് വരുമ്പോഴത്തേക്കും you are paid for it and you are great at it. Then you become that becomes your profession. നിങ്ങൾക്ക് കാശും കിട്ടുന്നുണ്ട്, നിങ്ങൾ അതിൽ അൺകോൺഷ്യസ്ലി കോമ്പീറ്റന്റ് ആണ്. യു ആർ ഗ്രേറ്റ് അറ്റ് ഇറ്റ്. വെൻ യു ആർ ഗ്രേറ്റ് അറ്റ് ഇറ്റ്, വെൻ യു ലവ് ഇറ്റ്, ഇറ്റ് ഈസ് യുവർ പാഷൻ. പാഷൻ പലപ്പോഴും നിങ്ങൾക്ക് സമ്പത്ത് നേടിത്തരണം, അല്ലെങ്കിൽ കാശ് നേടിത്തരണം, അല്ലെങ്കിൽ ജീവിതോപാധി കണ്ടെത്തി തരണം എന്നില്ല. അപ്പൊ ഇത് ഇത്രയും കൂടി വരുമ്പോഴത്തേക്കും ഈ പാഷൻ, മിഷൻ, വൊക്കേഷൻ, പ്രൊഫഷൻ, ഇത് ഇത്രയും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ്, ദാറ്റ് ഈസ് ദ പർപ്പസ്. വെൻ യു ലവ് ഇറ്റ്, വെൻ ദ വേൾഡ് നീഡ്സ് ഇറ്റ്, വെൻ യു ആർ പെയ്ഡ് ഫോർ ഇറ്റ്, വെൻ യു ആർ ഗ്രേറ്റ് അറ്റ് ഇറ്റ്, then that becomes your purpose of life. You become an innovator and you become a legend. ശരിയല്ലേ അത്? അപ്പൊ ഇത് കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നാം രക്ഷപ്പെട്ടു, നാം ജയിച്ചു. ഇത് കണ്ടെത്തി കൊടുക്കുവാൻ സഹായിച്ചാലും ചാരിതാർത്ഥ്യമുണ്ട് കേട്ടോ. അതിന്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോ ഇവിടെ എത്തിയത്. ഇഫ് യു ആർ ഏബിൾ ടു ഹെൽപ്പ് സംവൺ. ഓക്കെ, സോ ഫൈൻഡ് യുവർ ചൈൽഡ്സ് ഏരിയ ഓഫ് ഫോക്കസ്. Shift your child's motivation from extrinsic to intrinsic. Extrinsic motivation, intrinsic motivation. നമ്മൾ പലപ്പോഴും ഫേസ് ടു ഫേസ് അധ്യാപനം നടന്നുകൊണ്ടിരുന്ന സമയത്ത് കുട്ടികൾ എങ്ങനെയാ പഠിക്കുക? ഇപ്പോൾ ക്ലാസ്സിൽ നമ്മൾ ബുക്കൊക്കെ തുറന്ന് വെച്ചിരിക്കുമ്പോൾ ടീച്ചർ ക്ലാസ്സിലൂടെ ഇങ്ങനെ നടക്കും. സോ എന്തെങ്കിലും സൈഡ് ബിസിനസ്സിനൊക്കെ പോയി കഴിഞ്ഞാൽ ടീച്ചർ അപ്പം തന്നെ പിടിക്കും, അല്ലെങ്കിൽ ടീച്ചറിനെ കാണാൻ പറ്റും, അവരടിക്കും, വഴക്ക് പറയും. They are inside the classroom and they are bound to സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചറിന്റെ ക്ലാസ്സിൽ പണിയൊന്നും നടക്കില്ല.
അല്ലാത്ത ടീച്ചേഴ്സിന്റെ ക്ലാസ്സിൽ ഇച്ചിരിയൊക്കെ പണി നടക്കും. പിന്നെ നന്നായി പഠിപ്പിക്കുന്നവരുടെ ക്ലാസ്സിൽ സ്ട്രിക്ട്നെസിന്റെ ആവശ്യമില്ല, എല്ലാവരും അല്ലാതെ കേട്ടോളും. ഇതൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് വെൻ ദിസ് വെർച്വൽ പ്ലാറ്റ്ഫോംസ് കെയിം, ഈ വെർച്വൽ പ്ലാറ്റ്ഫോംസിൽ ഈ പറഞ്ഞ സംഗതികളൊന്നും നടക്കില്ല. Then how will they study? ഇവിടെ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടായേ പറ്റും. If you want to become world class at what you do, you must get to that point where it becomes unconscious and automatic. അവിടെയാണ് ഇൻട്രിൻസിക് മോട്ടിവേഷന്റെ പ്രാധാന്യം. ഇത് വേറൊരാൾ പറഞ്ഞതുകൊണ്ടോ പരപ്രേരണയാലോ ഒന്നും അല്ല നമ്മളിത് ചെയ്യുന്നത്. ഇത് നമ്മളുടെ ഉള്ളിൽ നിന്ന് നാം നമുക്ക് വേണ്ടി ചെയ്യുകയാണ്. Then others will be benefited. Once you get to this level, you will be able to innovate. Innovation എന്ന് പറയുമ്പോൾ ശരിക്കും ഇപ്പോൾ എല്ലാ എഡ്യൂക്കേഷൻ സ്കിൽസിന്റെയും അങ്ങേ അറ്റത്ത് കൊണ്ടുവയ്ക്കുന്നത് ഇന്നോവേഷൻ ആണ്. ഇന്റർപ്രിട്ടേഷൻ, ആപ്ലിക്കേഷൻ, ദെൻ ഇന്നോവേഷൻ. പലതരം ബേണിംഗ് ഇഷ്യൂസ് സമൂഹത്തിലുണ്ട്. ഈ ബേണിംഗ് ഇഷ്യൂസിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ അത് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ ദാറ്റ് ബിക്കംസ് ഇന്നോവേഷൻ. ഫോർ എക്സാമ്പിൾ, വെൻ ടാറ്റ ഇൻവെന്റഡ് നാനോ, അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുകയുണ്ടായി, 4 പേരടങ്ങുന്ന ഒരു കുടുംബം, അച്ഛനും അമ്മയും 2 കുട്ടികളും കൂടെ TVS 50 വളരെ കഷ്ടപ്പെട്ട് സാധനങ്ങളുമായിട്ടൊക്കെ പോകുന്ന കണ്ടപ്പോൾ സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം നിങ്ങൾ ഡിസൈൻ ചെയ്യുമെന്ന് ഞാൻ എൻ്റെ R&Dയോട് പറഞ്ഞു. അങ്ങനെയാണ് അന്ന് 1,05,000 നാനോ ഇറങ്ങിയത്. അപ്പോൾ അതില്ല, ഫോർ മെനി അതർ റീസൺസ്, ബട്ട് സ്റ്റിൽ innovation. Then once you get to this level, you will be able to innovate and make your craft your own, because you will be operating at a higher frequency. അവിടെ പലപ്പോഴും പരസ്യമില്ലെങ്കിലും നമ്മളുടെ കാര്യങ്ങൾ വളരെയധികം ഉയരത്തിലേക്ക് പോകും. ആൻഡ് ഇവിടെ ഇൻട്രിൻസിക് മോട്ടിവേഷനിലൂടെ വന്ന ഒരാളെ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് ID ബ്രാൻഡ് നമ്മളുടെ സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമല്ലേ? കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടാവും. And this person is PC Mustafa, the chairman and CEO of ID Group. അപ്പൊ ഇപ്പോ ID എന്ന് പറയുന്ന ഒരു $100 million ബ്രാൻഡാണ്. And when we are able to get to the point when it becomes unconscious and automatic, once you get to this level, you'll be able to innovate and make your craft your own. ദോശ ഉണ്ടാക്കുക, വട ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തട്ടുകട തൊട്ട് കാണുന്നൊരു സാധനമാണ്. ഒരു MBA കാരൻ ഇത് ചെയ്യാൻ പോയിട്ട് എങ്ങനെ ഒരു $100 million ബ്രാൻഡിന്റെ ഉടമയായി മാറി? അദ്ദേഹത്തിന്റെ ഒരു ഹാർവർഡ് ബിസിനസ് സ്കൂളിലുള്ള സ്പീച്ച് കേൾക്കുമ്പോൾ പുള്ളി പറയുന്നുണ്ട്, MBA ക്ലാസ്സുകളിൽ IIM ബാംഗ്ലൂരിൽ ക്ലാസ് മുറികളിൽ പുസ്തകങ്ങൾ മാത്രം കണ്ടിരുന്ന ഹാർവർഡ് ബിസിനസ് സ്കൂൾ, ഈ ഹാർവർഡ് ബിസിനസ് സ്കൂളിന്റെ പാഠ്യപദ്ധതിയിലേക്ക് എൻ്റെ ബിസിനസ് ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കുക എന്ന് പറയുന്ന ഒരു സ്വപ്നമായിരുന്നു. ഇന്ന് ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയും ഈ പടത്തിൽ നിങ്ങൾക്ക് കാണാം, ഹാർവർഡ് കെനഡി സ്കൂളിൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു ടോക്കാണ്. ഹി വാസ് ആൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് സാറ് പറഞ്ഞതുപോലെ വൈകി അദ്ദേഹം പാഷനെ മനസ്സിലാക്കാനും MBA പഠിക്കാനും അതിനുശേഷം ഈ പറയുന്ന SQ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇതിൽ മുന്നോട്ട് പോകാനും ഒക്കെ സാധിച്ചത്. ആൻഡ് ഇൻ ദിസ്, ഇതിനകത്ത് നമുക്കൊരു വട കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ആ വടയുടെ ഷേപ്പ് ഒന്ന് ശ്രദ്ധിച്ചായിരുന്നോ? അത് ഇന്നോവേഷനുമായിട്ട് ഈ പാക്കറ്റ് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമാണ്. ഈ വടയുടെ ബാറ്റർ പാക്ക് ഉണ്ടാവും അല്ലേ? അപ്പൊ അതില് അദ്ദേഹത്തിന്റെ ആ ഒരു അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ കണ്ടതിൽ അവർ പറഞ്ഞ 4 വർഷത്തെ റിസർച്ചിന് ശേഷമാണ് ന്യൂ ജനറേഷന് വിരലുകൾ വറക്കാതെ വട മാത്രം പൊരിച്ചെടുക്കുവാനുള്ള ആ ഒരു ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള സർക്കുലർ ഡിസ്ക്, ദാറ്റ് ഈസ് സയൻസ്, അങ്ങനെ ഒരു പാക്കറ്റ് അവർ ഡിസൈൻ ചെയ്തെടുക്കാനും അത് പെട്ടെന്ന് വിപണി കീഴടക്കുകയും ചെയ്തു അല്ലേ? അപ്പം വളരെ സാധാരണമായ ഒരു സംഭവം ഇത്രയധികം ഉയരത്തിലേക്ക് ഉയർത്താൻ സാധിക്കുന്നത് when your motivation becomes intrinsic rather than extrinsic. അതിന്റെ പ്രാധാന്യത്തിന് വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഇനി then we have to get once we have that intrinsic motivation, അത് നമുക്ക് നിലനിർത്താൻ പറ്റണം. we should get a professional mentoring. പലപ്പോഴും പല അവസരങ്ങളിലും ആരായിരുന്നു പറഞ്ഞത്? എനിക്കൊന്ന് റോയ് സാറാണെന്ന് പറഞ്ഞത്. അച്ഛൻ പറഞ്ഞു എന്നോട് ഈ കോഴ്സിന് ചേരാൻ. ഞാൻ പിന്നീട് സുവോളജി എടുത്തു. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് സോഷ്യോളജിയെ കുറിച്ച് പറഞ്ഞു അല്ലെ? ഒരു മെന്ററിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇഫ് വി ആർ ഏബിൾ ടു ഗെറ്റ് എ പ്രൊഫഷണൽ മെന്റർ, ദാറ്റ് ഓൾസോ വിൽ ആഡ് ടു അവർ ലൈഫ്.
അപ്പോൾ ഇവിടെ ഹൗ ടു ഗെറ്റ് എ പ്രൊഫഷണൽ മെൻറ്ററിങ്. മെൻറ്റർ അല്ലെങ്കിൽ കോച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ദേ കോച്ച് ആൻഡ് പ്രിപ്പയർ യു ഫോർ ചേഞ്ച്, ദേ മോട്ടിവേറ്റ്, they fine tune and transform your vision. Mentors challenge. Mentors amplify visions by elevating your thinking capabilities. ഇവിടെ ഒരു പടത്തില് ഗണേഷ് കോഹ്ലി IC3 ഫൗണ്ടർ വിത്ത് ദിസ് മെന്റർ മോളി എബ്രഹാം, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഈ മോളി ടീച്ചറിനെ ഇദ്ദേഹം IC3യുടെ ഫൗണ്ടറും വളരെ ഫ്ലറിഷ്ഡ് ആയ ഒരു ലെവലിൽ എത്തിയതിനു ശേഷം ഇദ്ദേഹത്തിന്റെ ആ മെന്ററിനെ തിരക്കി വരുന്ന സമയത്ത് വന്ന് കണ്ടെത്തിയതിനു ശേഷം ഉള്ളൊരു ഫോട്ടോഗ്രാഫാണ് ഇതിൽ കാണുന്നത്. ഷി വാസ് ഹിസ് മാത്സ് ടീച്ചർ, മാത്തമാറ്റിക്സ് ടീച്ചർ. മറ്റ് പല ടീച്ചേഴ്സും ആ പ്രതിഭയെ കണ്ടെത്താതിരുന്ന സമയത്ത് ഈ മോളി ടീച്ചറാണ് ഗണേഷ് കോഹ്ലിക്ക് ആവശ്യമായ മെന്റർഷിപ്പ് കൊടുത്തത്. ഇറ്റ് ഹാപ്പൻഡ് ഇൻ ഹൈസ്കൂൾ. അപ്പൊ അതിന്റെ ബേസിൽ നിന്ന് കയറി പോകാനായിട്ട് പറ്റി. അപ്പോൾ ഒരു പ്രൊഫഷണൽ മെന്ററിങ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, EQ നമ്മൾ അളന്നു കഴിഞ്ഞാൽ വി ക്യാൻ find a right career. Okay. ഇനി ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് it's a little portion of my commercial part. അത് അതിൻ്റെതായ രീതിയിൽ കണ്ടാൽ മതി. I'm doing this psychometric assessment test powered by Central Test UK, so that you can discover your personality, professional preference. And analysis and interpretation of the report is also given. Then professional mentoring, corroboration of reports. Corroboration എന്ന് പറയുമ്പോഴത്തേക്കും 2-3 റിപ്പോർട്ട് എടുക്കുമ്പോൾ നമുക്ക് ചിലതിൽ വ്യത്യസ്തത കാണാൻ പറ്റും. ഇറ്റ് വിൽ നോട്ട് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്, ഇറ്റ് വിൽ നോട്ട് സപ്പോർട്ട് ഈച്ച് അതർ. അങ്ങനെ വരുമ്പോഴത്തേക്കും ടു ഫൈൻഡ് ഔട്ട് കോൺട്രഡിക്ഷൻസ് ആൻഡ് കോസസ്, ക്ലിയർ കൺഫ്യൂഷൻസ് ആൻഡ് മൂവ് ഫോർവേഡ് വിത്ത് ക്രിസ്റ്റൽ ക്ലാരിറ്റി, ദെൻ ഫോളോ അപ്പ് സെഷൻസ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടും ഇതായിരുന്നു ഞാൻ നടത്തുന്നതിൻ്റെ ടോട്ടൽ വാല്യൂ. ഈ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 രീതിയിലാണ്. ആസ് ലോ ആസ് പോസിബിൾ സോ ദാറ്റ് ഐ ക്യാൻ റീച്ച് ആസ് മെനി പീപ്പിൾ ആസ് ഐ ക്യാൻ. സെക്കൻഡ് ഓപ്ഷൻ ഇസ് എ ഹയർ ഇൻവെസ്റ്റ്മെന്റ്, ബട്ട് ദാറ്റ് വുഡ് എനേബിൾ മീ ടു ഫോക്കസ് ടൈം ഓൺ ഇറ്റ്. അപ്പോൾ ഇപ്പോൾ അത് ഈ ഫസ്റ്റ് ഓപ്ഷൻ പ്രകാരം 4,997 ആണ് ഈ സൈക്കോമെട്രിക് അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഇറ്റ്സ് ഫോളോ അപ്പ് കരിയർ ആക്ഷൻസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതെവിടെ അവതരിപ്പിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഡിസിഷൻ മേക്കേഴ്സ്, ഫാസ്റ്റ് ഡിസിഷൻ മേക്കേഴ്സ് യൂസ് ടു സക്സീഡ്, റൈറ്റ്? ഓപ്പർച്യൂണിറ്റീസ് ആരാണോ ഗ്രാബ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഞാനൊരു 19 പാർട്ടിസിപ്പൻസിനെ കാണുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫോർ ദിസ് പർട്ടിക്കുലർ തിങ്, for the first 10 persons to WhatsApp me interested in the next 60 seconds, you can get this program for 3,997. It's a gift offer. ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സർ, ആ നമ്പർ ഒന്ന് കൊടുക്കാവോ? ഞാൻ ആ ടൈമർ ഒന്ന് സ്റ്റാർട്ട് ചെയ്തോട്ടെ. സാബു സർ, ആ ചാറ്റിൽ ആ നമ്പർ സാബു സാറിന് മെസ്സേജ് ചെയ്താലും മതി. നിങ്ങൾ ഇൻട്രസ്റ്റഡ് എന്ന് സാബു സാറിന്റെ നമ്പറിലേക്ക് ഇട്ടാലും മതി, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിലേക്ക് ഇട്ടാലും മതി. ഇത് ഗിഫ്റ്റായിട്ട് വേണമെങ്കിലും ഈ പാക്കേജ് നിങ്ങൾക്ക് ഇപ്പോൾ 12th കഴിഞ്ഞിരിക്കുന്ന ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ they will get a clarity. They will get a report of 25 pages based on their passions, preference and their career choices available. Okay. So ഈ ഒരു അവസരം ഞാൻ ഇവിടെയും കൊടുക്കുകയാണ്. ഒരു 60 seconds. I hope you will bear with me. Chat box I will give you the number. ഇട്ടോ സാർ, ഇട്ടോ നമ്പർ ചാറ്റ് ബോക്സിൽ? ഇല്ല, ഞാൻ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇട്ടോട്ടെ. നമ്മുടെ ചാറ്റ് ബോക്സിൽ യെസ് ഇൻട്രസ്റ്റഡ് ഫ്രം സിനി ടു എവരിവൺ. സാർ അതൊന്ന് എടുത്തോളാം. യെസ് ഓക്കെ.
താങ്ക് യു ഫോർ ബീയിങ് വിത്ത് മീ. ഇതില് സാർ 3 പേര് കിട്ടിയിരുന്നു അല്ലേ? Yes, yes. യെസ്. മാമിന്റെ നമ്പർ അതിനകത്തിട്ടുണ്ട്. യു ക്യാൻ കോൾ ഹർ ഡയറക്ട്ലി കേട്ടോ. കോൾ കയറി അല്ലെങ്കിൽ വാട്സപ്പ് കൊടുക്കുക. ഓക്കെ. അപ്പൊ ഇതിന് ശേഷം എനി ടൈം ഇറ്റ്സ് പോസിബിൾ സൈക്കോമെട്രിക് അസസ്മെന്റ് ടെസ്റ്റ് മാത്രമായിട്ടാണ് നിങ്ങൾക്ക് കൗൺസിലിംഗ് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ റേറ്റ്. ആൻഡ് ഫോർ കൗൺസിലിംഗ് അലോൺ വിത്തൗട്ട് ദ ടെസ്റ്റ് ദിസ് ഈസ്, ആൻഡ് വിത്ത് സൈക്കോമെട്രിക് അസസ്മെന്റ് ആൻഡ് കൗൺസിലിംഗ് എനി ടൈം ഇതാണ് 4997 ആണ് അതിൻ്റെ. 12 നമ്പർ ഉണ്ടല്ലോ, ഏതാ സർ? മൊബൈൽ നമ്പർ തന്നേക്കുന്നത് 0091 ആണ്, 99 അല്ല. അത് എനിക്ക് ഇട്ടതിന്റെ മിസ്റ്റേക്ക്. ഓക്കെ. ഇതാണ് നമ്പർ. ഓക്കെ. യെസ്. ഇനി അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയും be careful while you're entering your email ID for your test pin will be sent to your email ID. Then psychometric assessment test to get into a career area of your dreams. You can pay the money, get your invitation, take your test, get your report, fix your appointment, get your path clear as crystal, and you can move forward with confidence. Okay. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ CBSE ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയ ഒരു കമ്പൻജേറ്റിയെ കുറിച്ചാണ്. ഇത് മുമ്പ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം ഇറക്കിയതാണെന്ന് തോന്നുന്നു, അപ്ഡേറ്റ് ചെയ്തിട്ട്. അക്കാഡമിക് കോഴ്സസ് ആഫ്റ്റർ +2. ഇപ്പൊ +2 കഴിഞ്ഞ സമയമാണല്ലോ. പലരും ഇങ്ങനെ കോഴ്സുകൾക്ക് വേണ്ടി നോക്കുമ്പോഴത്തേക്കും ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സസ് നടക്കുന്ന കോളേജുകളുടെയും കോഴ്സുകളുടെയും പേരാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. I can show you this here. It contains 113 courses. ശരിക്കും പറഞ്ഞാൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നേവൽ ആർക്കിടെക്ചർ, നാച്ചുറോപ്പതി, ഫിലിം 54-ന് ശേഷം, അതായത് സീരിയൽ നമ്പർ 54-ന് ശേഷം ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സ് ആണ് ബേസ് ചെയ്തിട്ടാണ്. ദെൻ ഫ്രം 100 ഓൺവേഴ്സ് 85-ൽ ആക്ച്വറിയൽ സയൻസ്, കോമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ. അപ്പോൾ 113 ടൂറിസം ആൻഡ് ട്രാവൽ, അതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. ഇത് നെറ്റിൽ അവൈലബിൾ ആണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഇട്ട് തരാം സാബു സാറേ. ഇതിൻ്റെ ഡൗൺലോഡഡ് വെർഷൻ എൻ്റെ കയ്യിലുണ്ട്. ഏകദേശം 900 യൂണിവേഴ്സിറ്റീസ് providing than 41,000 colleges in the country providing higher education. പലപ്പോഴും നമ്മൾ പല കോഴ്സുകൾ എടുക്കുമ്പോൾ പല കോളേജ്, ഈ പറഞ്ഞ കോഴ്സുകളെല്ലാം തന്നെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നുണ്ട് കേട്ടോ. പക്ഷെ ചില കോഴ്സുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ഗവൺമെന്റ് അംഗീകൃതമാണോ, പരീക്ഷ എഴുതാൻ പറ്റുമോ, അതെ, ഇല്ലാത്തതുണ്ടാവാം. PSC പരീക്ഷ എഴുതാൻ പറ്റാത്തതുണ്ടാവാം. പക്ഷെ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് വിദേശത്ത് പോകാം എന്ന് പറയുന്നുണ്ടാവാം. അപ്പൊ ഇത് CBSE ഇറക്കിയതായതുകൊണ്ട് വളരെ ആധികാരികമാണ് കേട്ടോ, അതോറിറ്റേറ്റീവ് ആണ്, ഓതന്റിക് ആണിത്. And this is the latest version. You can see aeronautical engineering, aerospace, architecture, artificial intelligence, astronomy and astrophysics. ഇങ്ങനെ പോയിട്ട് ceramics engineering, chemical engineering, instrumental engineering, metallurgy, meteorology, biological science, technology, cyber security. Madam, a small interference, madam. Download site, website. CBSE വെബ്സൈറ്റ് തന്നെയാണ് ഇത്. Thank you. നമ്മുടെ ഗ്രൂപ്പിലേക്ക് വേണമെങ്കിൽ ഞാൻ അതിന്റെ കോപ്പി ഇട്ട് തരാം ഇത് കഴിയുമ്പോൾ. Then the list of 54 anthropology, arts, restoration. ഞാൻ പറഞ്ഞില്ലേ 54-ന് ശേഷമാണ് ഹ്യൂമാനിറ്റീസിന്റെ സബ്ജക്ട്സ് തുടങ്ങുന്നത്. ലോ, അഡ്വർടൈസിംഗ്, ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് റിലേഷൻസ്, പെർഫോമിംഗ് ആർട്സ്, വോക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്, ആനിമേഷൻ, സിനിമാറ്റോഗ്രാഫി, ചാർട്ടേഡ് അക്കൗണ്ടൻസി, ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനാലിസിസ്, ഇവന്റ് മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഇപ്പൊ പാൻഡമിക് കാരണം ഡോർ ടു ഡോർ ഡെലിവറിയും ടച്ച് ഫ്രീ ഡെലിവറി അല്ലേ. പണ്ട് ഇവന്റ് മാനേജ്മെന്റ് ആയിരുന്നു, ഇപ്പൊ ഇവന്റ് മാനേജ്മെന്റ് ത്രൂ വെർച്വൽ പ്ലാറ്റ്ഫോംസ് ആണ്. പാർട്ടി നടക്കേണ്ട ആ സമയമാകുമ്പോൾ ഫുഡ് പാക്കറ്റ്സ് കൊണ്ട് കൊടുക്കുന്ന അല്ലേ. ദെൻ യെസ്, ലൈബ്രറി സയൻസ്, മോണ്ടിസോറി ട്രെയിനിങ്, ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, സ്പോർട്സ് ആൻഡ് സ്പോർട്സ് മാനേജ്മെന്റ്. ഇതെല്ലാം തന്നെ +2-ന് കഴിഞ്ഞ് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഒരെണ്ണം ഞാൻ അതിനായിട്ട് കാണിച്ചു തരാം.
ഇതിൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ എടുക്കാൻ പറ്റുന്നത് എലിജിബിലിറ്റി എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ +2 എക്സാമിനേഷൻ വിത്ത് ഫിസിക്സ് മാത്തമാറ്റിക്സ് ആൻഡ് കെമിസ്ട്രി. പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ എടുക്കാൻ പറ്റുന്ന കോഴ്സുകൾ. ദെൻ ഡോക്ടറൽ ലെവലിൽ എടുക്കാൻ പറ്റുന്ന കോഴ്സിന് അതിൻ്റെ റിക്വയർമെൻറ്റ് യു മസ്റ്റ് ഹാവ് എ വാലിഡ് ഗേറ്റ് സ്കോർ. ദെൻ അവർ ഓഫർ ചെയ്യുന്ന കോഴ്സസ് BTech in aeronautical engineering, BE in aeronautical engineering, MTech in aeronautical engineering, MTech in avionics, ME in aeronautical, അതായത് ആ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന കോഴ്സുകളുടെ ലിസ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ദെൻ ദേ ആർ ടെല്ലിംഗ് അബൌട്ട് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് വിച്ച് ആർ ഓഫറിംഗ് ദീസ് കോഴ്സസ്. ഓക്കെ, അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള ഓതൻറ്റിക്സ് ഇതാണ്. ആൻഡ് ദിസ് ഈസ് ആൻ ഓതൻറ്റിക് സോഴ്സ്. ഓക്കെ, അങ്ങനെ ഈ 113 കോഴ്സിൻ്റെയും ഡീറ്റെയിൽസ് ഇതിലുണ്ട്. It's a compendium of academic courses after +2. അപ്പോൾ നമ്മൾ ഹൗ ടു ചൂസ് ദ റൈറ്റ് കരിയർ, നമ്മുടെ പാഷനെ കണ്ടെത്തി കഴിയുമ്പോൾ നമുക്ക് എവിടെയാണ് ഇതിന് ആപ്റ്റായിട്ടുള്ള സ്ഥലം കണ്ടെത്തുക എന്നുള്ളതിനുള്ള ഒരു ഇതാണ്, ഗൈഡ് കൂടിയാണിത്. ഓക്കെ, നൗ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ഫോർ ദിസ്. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് പ്ലീസ് യു ക്യാൻ ആസ്ക് മീ നൗ. താങ്ക് യു മാം. വളരെ ക്രിയേറ്റീവായിട്ടൊരു സെഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് 3 കാര്യങ്ങളാണ് ഇവിടെ മാം വളരെ കൃത്യതയോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ചില സ്റ്റാറ്റിസ്റ്റിക്സ് മാം വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. പ്രത്യേകിച്ച് 2030 ആകുമ്പോഴേക്കും 2 ബില്യൺ ജോബുകൾ ഡിസപ്പിയർ ആകും. 85% ഓഫ് ദി ജോബ് എക്സിറ്റ്സ് 2030. 85% ഓഫ് കൺഫേം ടു ചൂസിങ് റൈറ്റ് കരിയർ കൺഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 80% ഓഫ് ദി സ്കൂൾസ് കോളേജ് സ്റ്റുഡൻസ് ആർ മേജർ കരിയർ ഡിസൈനിങ് ബേസ്ഡ് ഓൺ അക്കാഡമിക് സ്കോർ. അപ്പോൾ ഇതൊരു ട്രൂത്തും റിയാലിറ്റിയുമായി എന്നിരിക്കെ എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നത് എന്നാണ് വളരെ കൃത്യതയോട് പറഞ്ഞത്. അതിനുവേണ്ടി 3 റൂൾസ് ആണ് പറഞ്ഞത്. ഒന്നാമത്തെ റൂൾ അല്ലെങ്കിൽ 3 സീക്രട്ടുകളാണ് പറഞ്ഞത്. ഒന്നാമത്തെ സീക്രട്ട് എന്ന് വെച്ചാൽ എവറി ചൈൽഡ് ഈസ് യുണീക് ആൻഡ് വൈ യുവർ ചൈൽഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഹൗ ടു കൺവേർട്ട് യുവർ പാഷൻ, യുവർ ചൈൽഡ്സ് പാഷൻ ടു പ്രൊഫഷൻ. ആൻഡ് മൂന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് മേക്ക് യുവർ ചൈൽഡ് അൺകോൺഷ്യസ് കോമ്പിറ്റൻസ് ആക്കി മാറ്റുക. അപ്പോൾ ഈ 3 തലത്തിലൂടെ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞത്. അതിനുവേണ്ടി വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പാഷനെ തിരിച്ചറിയാൻ, കുട്ടികളുടെ പാഷനെ തിരിച്ചറിയാൻ നമുക്ക് വേണമെങ്കിൽ സൈക്കോമെട്രിക് DMLT ടെസ്റ്റുകൾ ഉപയോഗിക്കാം. അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചും മാഡം ഇവിടെ കൃത്യമായിട്ട് സൂചിപ്പിച്ചു. സാർ ഇടയ്ക്ക് ഒന്ന് പറയട്ടെ, സോറി ടു ഇന്ററപ്റ്റ്. ഒരു ജേക്കബ് സാർ ഇവിടെ ചോദിച്ചിരുന്നു, ഇസ് ദർ എനി ഏജ് ഫാക്ടർ? ദർ ഈസ് നോ ഏജ് ഫാക്ടർ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ +2 കഴിഞ്ഞ് കുട്ടികളുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതായതുകൊണ്ട് ഐ ഫോക്കസ്ഡ് ഓൺ +2. അല്ലാതെ പലപ്പോഴും പ്രൊഫഷനിൽ കയറിയിട്ട് ഏരിയ ചേഞ്ച് വരുത്തുമല്ലോ ആൾക്കാർ. പ്രൊഫഷണൽ ചേഞ്ച് വരുത്തുന്ന സമയത്ത് ദേ യൂസ് ടു ടേക്ക് ദ ഹെൽപ്പ് ഓഫ് ദിസ് സൈക്കോമെട്രിക് അസസ്മെന്റ് ടെസ്റ്റ്. ഇപ്പൊ കഴിഞ്ഞ വർഷം വന്നിട്ട് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഹി വാണ്ടഡ് ടു ചേഞ്ച് ഹിസ് പ്രൊഫഷൻ. പുള്ളിക്ക് അതിലൊട്ടും താല്പര്യമില്ല, സന്തോഷമില്ല. ബട്ട് ഹി ഈസ് വെൽ പെയ്ഡ് ആൻഡ് ഹി ഈസ് എഫിഷ്യന്റ് ഇൻ ദാറ്റ് ഓൾസോ. ഒരു ഫ്രസ്ട്രേഷൻ. പറ്റും 7ാം ക്ലാസ്. പക്ഷേ കുട്ടികൾ തന്നെ ഇത് ആൻസർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വേണ്ടേ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ? പറ്റും സർ. കാരണം ദാറ്റ് ഈസ് സോ സിമ്പിൾ. ഇറ്റ് ഈസ് സോ സിമ്പിൾ. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. മാത്രമല്ല ഇതിനകത്ത് ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് മിഠായി ഇഷ്ടമാണോ അതിന് അറിയേണ്ട കാര്യമില്ലല്ലോ. ദേ വിൽ പുട്ട് ഇറ്റ് ഫ്രം 8th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ്. അപ്പം ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഫ്രം അതിൽ നിന്ന് ഇപ്പം ഡയറക്ട്ലി നമുക്ക് അതിൽ നിന്ന് ഒരു ഇൻഫർമേഷനും കിട്ടത്തില്ല. ബട്ട് ദേ ഈ ടെസ്റ്റ് മേക്കേഴ്സ് അതിനെ കൊറോബറേറ്റ് ചെയ്ത് റൈറ്റ് ഇതിലേക്ക് റിസൾട്ടിലേക്ക് എത്തുന്നുണ്ട്. പേരന്റ്സിന്റെ കപ്പാസിറ്റിയോട് കൂടി എഴുതണോ പേരന്റ്സ് ഇല്ലാതെ തന്നെ അവർ തന്നെ എഴുതും? എന്താണ് അതിന്റെ സ്ട്രാറ്റജി? പേരന്റ്സ് ഇല്ലാതെ തന്നെയാ ചെയ്യുക ഇത്. ജസ്റ്റ് യെസ്. ഇത് എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ പേരൻസിന്റെ ഇന്റർഫറൻസ് വേണ്ടുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ അടയ്ക്കാനാണ്. പൈസ അടച്ചിട്ട് കറക്റ്റ് ഇമെയിൽ അഡ്രസ്സ് എടുത്തു കൊടുക്കുക. ദെൻ ആ ഇമെയിൽ അഡ്രസ്സിലേക്കാണ് ഈ ടെസ്റ്റിന്റെ പിൻ നമ്പർ വരുന്നത്. ആ പിൻ നമ്പർ ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനെയർ ആൻസർ ചെയ്യുന്നത്. ഈ 8th സ്റ്റാൻഡേർഡിലെ ഒരു കുട്ടിക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ നമ്മുടെ ഒളിമ്പ്യാഡും ഏസർ IBT ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ അനായാസേന ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിന്റെ ബേസിൽ ആണ് നമ്മളിത് ആൻസർ ചെയ്ത് വിട്ട് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് എ കൊറോബറേറ്റഡ് റിപ്പോർട്ട് വിത്തിൻ 2-3 days. ആ ടെസ്റ്റ് റിസൾട്ടിന്റെ ഇന്റർപ്രിട്ടേഷൻ ആണ് ദ കൗൺസിലർ ഈസ് ഡൂയിങ്. കാരണം നമ്മളിപ്പം കമ്പ്യൂട്ടറിന് നല്ലൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗീവ് ആൻ ഔട്ട്പുട്ട്.
ബട്ട് സ്റ്റിൽ നമ്മൾ എന്തുകൊണ്ടാണ് കോടതികളിൽ ജഡ്ജസിനെ വെച്ചിരിക്കുന്നത്? ഈ കൊടുത്ത ഇൻപുട്ട് ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ജഡ്ജ്മെന്റ് ഇങ്ങനെ പ്രിന്റ് ഔട്ട് ആയിട്ട് മേടിച്ചാൽ പോരെ? ബട്ട് വെൻ എ പേഴ്സൺ ഈസ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഹ്യൂമൻ ഫാക്ടർ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ വ്യക്തിയെ നേരിട്ട് കണ്ടുകൊണ്ട് അതിനാവശ്യമായ ചേഞ്ചസ് വരുത്താൻ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ദ കൗൺസിലറുടെ ഉപയോഗം എന്ന് പറയുന്നത്. സന്തോഷം. അപ്പൊ അതില് ഞാൻ പറഞ്ഞു, അത് പൂർത്തിയാക്കിക്കോട്ടെ. യു കൻ നോട്ട് ഇറ്റ്സ് ദർ ഈസ് നോ ഏജ് റെസ്ട്രിക്ഷൻ ഇൻ ടേക്കിംഗ് ഇറ്റ്. ഞാൻ പറഞ്ഞ ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് പ്രൊഫഷൻ മാറാനായിട്ട് പുള്ളി താല്പര്യപ്പെട്ടു. Then his friend advised him to take this test. കാരണം നല്ല പേയ്മെന്റ് കിട്ടുന്ന, കുടുംബത്തെ നന്നായി മാനേജ് ചെയ്തുകൊണ്ടുപോകാൻ പറ്റുന്ന നല്ല ഒരു കംഫർട്ടബിൾ പൊസിഷനിലാണ്. ബട്ട് ഹീ ഈസ് നോട്ട് മെന്റലി ഹാപ്പി വിത്ത് ഇറ്റ്. അതായിരുന്നു അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി ഈ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ കാണിച്ചത് ഹീ ഈസ് 100% പെർഫെക്റ്റ് ഫോർ ദ ജോബ് വിച്ച് ഹീ ഈസ് ഡൂയിങ്. Then he got convinced that he is in the right place. അങ്ങനെയും സംഭവിക്കുന്നത്. നമ്മൾ എപ്പോഴും എല്ലാവരും തെറ്റായ മേഖലയിൽ വന്ന് നിൽക്കണമെന്നില്ല, നിൽക്കുന്നവരും ഉണ്ട്. അപ്പം പിന്നീട് ആ ഉള്ള സന്തോഷം കണ്ടെത്താൻ ഇദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. യെസ്, പുള്ളി കൺവിൻസ്ഡ് ആയി. പുള്ളിയുടെ പ്രതിഭ പുള്ളിക്ക് തന്നെ, ഹി വാസ് ഏബിൾ ടു മേക്ക് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഹിംസെൽഫ്. ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണല്ലോ, അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. ഓക്കെ, താങ്ക് യു. സംസാരിക്കാം. തീർച്ചയായും വളരെ നന്ദി മാം. ആർക്കെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ്, സിനി മാം, ജേക്കബ് സാർ, ആർക്കെങ്കിലും അഡ്മിറ്റ് ചെയ്യാൻ സംസാരിക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് പ്ലീസ്. റോയ് സാറിന്റെ പാഷൻ കൃത്യമായിട്ട് അറിയണോ? മൈക്ക് അഡ്മിറ്റ് സാർ, അഡ്മിറ്റ്. ഇതിൽ ആരും തന്നെ പലരും ഡ്രൈവിംഗിലായിരിക്കും, ചിലർ ഇട്ടിട്ട് പോകാറുണ്ടെന്നൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ ഇൻ ബിറ്റ്വീൻ ഐ ഗോട്ട് റെസ്പോൺസസ്. പിന്നെ മെനക്കെട്ട് ഇങ്ങനെ ഇരിക്കില്ലല്ലോ. ഒന്ന് വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ എല്ലാവരും ഒന്ന് കാണാമായിരുന്നു. വീഡിയോ ഓപ്പൺ ചെയ്യൂ, നിങ്ങൾക്ക് സംശയങ്ങളുള്ളത് ചോദിക്കൂ. ഇറ്റ്സ് വെരി ക്രിയേറ്റീവ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് എപ്പോഴും നല്ലതാണ്. താങ്ക് യു തോമസ് സർ, താങ്ക് യു ഷീത സി കെ മാം, ഉലഹനാൻ സർ, വിജാര ബിന്ദു സർ, then thank you. Yes, ജേക്കബ് സർ അൺമ്യൂട്ട് ചെയ്തോളൂ. ചോദ്യമല്ല, അതാണ് ചോദിച്ചത്. മോക്ക് വേണ്ടിയാണ്. അപ്പൊ ഏത് പ്രായത്തിൽ ചെയ്യാമെന്ന് അറിയാൻ വേണ്ടിയാണ്. മോളിപ്പോ ഏത് ക്ലാസ്സിലാണ്? ഞാൻ 10th ലോട്ട് പോകുന്നു. 10th ലോട്ട്. ഇറ്റ്സ് പോസിബിൾ. കുറച്ചും കൂടെ സ്ട്രീം ലൈൻഡ് ആവാൻ പറ്റും. You can identify your area, you can be more focused into it and come out successful. Thank you. Welcome dear. സിനി മാം കേൾക്കുന്നുണ്ടോ? മാഡം ഒരു സെക്കൻഡ് സാർ. സിനി മാം പറഞ്ഞോളൂ. സാർ, അങ്ങനെ മാം നല്ല സെഷൻ ആയിരുന്നു. മാമിനെ കാണാൻ പറ്റുമോ? മാം ഞാൻ കാണാൻ പറ്റും. ഞങ്ങൾക്ക് കിച്ചണിലാണ്, അതുകൊണ്ടാണ് ഓപ്പൺ ചെയ്തിരുന്നത്. ഓക്കെ താങ്ക് യു. പിന്നെ മാം കരിയർ കൗൺസിലിംഗ് കോഴ്സസ് ആയിട്ട് ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണോ? കോഴ്സസ് എന്ന് പറയുമ്പോൾ കരിയർ കൗൺസിലിംഗിന്റെ ഒരു ചില കോഴ്സുകൾ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു കരിയർ സർട്ടിഫിക്കറ്റ് കരിയർ കൗൺസിലർ ആവാൻ വേണ്ടിയിട്ടുള്ള ചില കോഴ്സുകൾ. ഇല്ല, ഞാൻ ചെയ്യുന്നില്ല അത്. ഞാൻ അങ്ങനത്തെ കോഴ്സ് കഴിഞ്ഞ ആളാണ്. ആദ്യം കണ്ടുവരാൻ ഞാൻ നടത്തുന്നില്ല. സിനി മാം നാട്ടിൽ വന്നായിരുന്നു? ഇല്ല സർ, ഞാൻ നാട്ടിലില്ല, ഇവിടെ തന്നെയാ, അബുദാബി തന്നെ. നല്ല വരുന്ന കാര്യം പറഞ്ഞായിരുന്നു, അതാ ചോദിച്ചേ. അബുദാബിയില് വർക്ക് ചെയ്യുന്നുണ്ടോ? അബുദാബിയില് ഞാനിവിടെ സ്കൂളില് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. ഏത് സ്കൂളിലാണ്? ഞാൻ അൽബാസ്മ ബ്രിട്ടീഷ് സ്കൂളിലാണ്. ഇപ്പൊ നെക്സ്റ്റ് ഇയർ ചിലപ്പോ മാറും, സ്കൂളിൽ നിന്ന് മാറും. മാം എവിടെയാണ്? UAE-ലാണോ? അതെ. എവിടെയാണ് മാം? താങ്കളുടെ അതേ നഗരത്തിലാണ്. ഓ, അത് ശരി. അബുദാബി തന്നെയാണോ? അതെ. മാം ഇവിടെ സ്കൂളിലാണോ വർക്ക് ചെയ്യുന്നതോ? അതെ. ഏത് സ്കൂളിലാണ് മാം? ഇന്ത്യൻ സ്കൂളിൽ. ഇന്ത്യൻ സ്കൂൾ. ഓക്കെ. ഞാൻ ശ്രദ്ധിച്ചില്ല, നമ്പർ കണ്ടപ്പോഴാണ് ഇപ്പൊ ശ്രദ്ധിച്ചത്. ഓക്കെ മാം, ഞാൻ പേഴ്സണലി കോണ്ടാക്ട് ചെയ്തോളാം മാം. ഓക്കെ. താങ്ക് യു സോ മച്ച് മാം. നല്ല സെഷൻ ആയിരുന്നു. Thank you ma'am, thank you. It shows your commitment that even though you are in kitchen, you are hearing all these things and really interested to it. Appreciate it. Thank you.
ദയാനന്ദ് സാർ ചോദിച്ചോളൂ. കേൾക്കാമോ സാറേ? കേൾക്കാം. മാഡം, സത്യത്തിലൊരു എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പേഴ്സണലായിട്ട് ഇത്തരം അറിവുകൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ സൈക്കോമെട്രിക്കിനെ കുറിച്ച് കഴിഞ്ഞ തവണ ആരോ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു. ബട്ട് വാട്ട് ആക്ച്വലി ഇറ്റ് ഈസ് എന്നുള്ളത് മാഡത്തിൽ നിന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എനിക്ക് പിന്നെ ഏറ്റവും സന്തോഷകരമായ കാര്യം ഈ പറയുന്ന കാര്യങ്ങൾ കേൾവിക്കാരന് മനസ്സിലാവണം എന്നുള്ളൊരു ബോധ്യം മാമിനുണ്ട്. അതൊരു പ്രത്യേക കഴിവായിട്ട് തന്നെയാണ് ഞാൻ സ്വീകരിക്കുന്നത്. എന്തായാലും 123 തവണ ജോബ്സിലേക്ക് പോകാനുള്ള വഴികൾ, അത് എവിടെ എത്താനുള്ളൊരു സാഹചര്യം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയുകയും അതിലേക്ക് കയറി വന്ന് സ്വന്തം ജീവിതം ഭദ്രമാക്കാനുള്ള ഒരു ആശയവും കൂടി തന്ന മാഡത്തിന് ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം ക്ലാസ്സുകളുമായിട്ട് ഓൺലൈൻ. താങ്ക് യു മാം. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. വളരെ നന്ദി. Sir, you are muted. Congratulations. I'm Thomas from Switzerland. Wow. So you are giving proper guidance to everybody, even from the child to parent level. It's a new light, a new perspective, systematically, scientifically, enjoyable and fruitful. Thank you. Thank you, sir. Thank you for your kind words. സാറിന്റെ മേഖലയിൽ തന്നെയാണോ സാർ വർക്ക് ചെയ്യുന്നത്? അതെ. So it's my passion and profession, and I am the mission for vision. I am the light of the world, as it described in the Bible. യേശു ക്രിസ്തുവിനെ മാറ്റി ആക്കി. ഇല്ല, you are also light. Okay. So you are able to find out the purpose of life. ഏത് മേഖലയാണെന്ന് അറിയാൻ പറ്റുമോ? No, I know where I stand, where I should go, where I should terminate my life cycle, the circle. The circle means the infinity, 0 by 0 diameter. The birth and death, we don't know. So I can complete my life circle with my passion. കുറച്ചും കൂടി മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ആൻസർ പറയാമോ? ഇത് ഫിലോസഫിക്കൽ ലെവലിലേക്ക് പറയാൻ ഞാനൊരു മോഡ്യൂളാണ്. ഇനിയിപ്പോൾ അതിനെങ്ങനെ പറയാം, നമ്മുടെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ നമ്മൾക്ക് നോളജ് ഉണ്ട്. ഞാൻ ഇലക്ട്രോണിക്സ്, ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻ, മൈക്രോസോഫ്റ്റ്, സിസ്കോ, many things, and passion. Okay, so you're in the field of business, right? No, I'm in Microsoft field. Microsoft. Okay. Thank you, sir. Thank you. മാം, ഇത്ര നാളും ഞാൻ ഈ ലൈഫ് പർപ്പസ് സത്യം പറഞ്ഞാൽ അറിയണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പലരോടും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സ്പിരിച്വൽ ലെവലിൽ പലരും എന്നോട് പറഞ്ഞത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അതിനുള്ള ഉത്തരം കിട്ടും എന്നാണ്. കാരണം എനിക്ക് എന്നും എനിക്ക് തോന്നിയിരുന്ന ഒരു വണ്ടർ ആയിരുന്നു പർപ്പസ് ഓഫ് ലൈഫ് എന്താണ്, അതിലേക്ക് അലൈൻഡ് ആയിട്ട് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഇതിനൊരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടിയത് ഇപ്പം മാമിലൂടെയാണ്. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും? നജീബ് സാർ എന്തോ പറഞ്ഞല്ലോ. നജീബ് സാർ കേൾക്കുന്നുണ്ടോ? ഷീതാമാം, വിജയരവിന്ദ് സാർ, ആർക്കാണ് സംസാരിക്കാം? പുള്ളി ചാറ്റിൽ എഴുതിയിട്ടുണ്ട് ഗ്രേറ്റ് സെഷൻ. താങ്ക് യു. എനിക്ക് കിട്ടിയ വിവരം ഞാൻ പറഞ്ഞോട്ടെ മാഡം? പറയൂ സാർ. എവിടെന്നോ വന്ന് എന്തോന്നോ എല്ലാം ചെയ്ത് എങ്ങനെയൊക്കെ ജീവിച്ച് എങ്ങനെയൊക്കെ ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല, മറിച്ച് ജീവിതത്തിനുള്ള ലക്ഷ്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിക്കാമെന്നും അത് തെറ്റാത്ത നിശ്ചയങ്ങളായിരിക്കുമെന്നും ആ നിശ്ചയത്തിലെ കണ്ടറിഞ്ഞതിന് ശേഷം ജീവിതം ആസ്വദിച്ച് എങ്ങനെ അവസാനിപ്പിക്കാമെന്നും കൃത്യമായി ശാസ്ത്രീയമായ രീതിയിൽ പറഞ്ഞു വച്ചത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നതാണ്. പിന്നെ മെഡിറ്റേഷൻ്റെ ഒരു കാര്യം ഇവിടെ ജേക്കബ് സാറ് ആരോ പറയുന്നു, ജോർജ് സാർ ആരോ പറയുന്നത് കേട്ടു.
ജേക്കബ് സാർ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്. മാഡം പറഞ്ഞതിനെ ശ്രവിക്കുക, അതിനെ മനസ്സിലാക്കുക, മനസ്സിലാക്കിയതിന് ശേഷം എതിർ ചോദ്യങ്ങൾ മാഡത്തിനോട് തന്നെ ചോദിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ അവസാനം കുഴിയിൽ ചാടുമോ അതോ കുഴിയിൽ ചാടാതെ രക്ഷപ്പെടുമോ എന്ന് മാഡത്തിനോട് തന്നെ ചോദിക്കുക. ചോദിച്ചതിന് ശേഷം ശരിയാണെന്ന് ശാസ്ത്രീയമായി ബോധ്യപ്പെട്ടാൽ അതിനെ നടപ്പിൽ വരുത്തുക. അതാണ് മെഡിറ്റേഷൻ. അല്ലാതെ എവിടെയെങ്കിലും ചെന്ന് കണ്ണടച്ചിരിക്കുന്നതല്ല മെഡിറ്റേഷൻ. ശ്രവണ മനന നിധിധ്യാസനെ ആദരപൂർവം ക്രിയമാണ്. ആദ്യം ശ്രവിക്കണം, പിന്നെ അതിനെ സ്വന്തം മനസ്സിലിട്ട് മനനം ചെയ്യണം, പിന്നെ അതിനെ വീണ്ടും റിസർച്ച് ചെയ്യണം. പാകമുള്ള ആളുകളുമായി ചേർന്ന് അതിനെ ഡിസ്കസ് ചെയ്യണം. ഡിസ്കസ് ചെയ്തതിനു ശേഷം അതിന്റെ വരുംവരായികൾ മനസ്സിലാക്കിയതിനു ശേഷം പ്രയോഗത്തിൽ വരുത്തണം. അതാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. 1.5 മണിക്കൂർ അല്ലെങ്കിൽ മാഡം തുടങ്ങിയത് മുതൽ ഇതുവരെയും ഞാൻ മെഡിറ്റേഷനിലായിരുന്നു. ഈ മെഡിറ്റേഷന്റെ ഫലം വാസ്തവത്തിൽ ഞാൻ നേരത്തെ അനുഭവിച്ചത് കൊണ്ട് തന്നെ ഇന്നും ജീവിതത്തിന്റെ തെറ്റാത്ത പാതകളിലൂടെ നടന്നു ഇന്നും ജീവിത സുഖം, ജീവിതത്തിന്റെ ലക്ഷ്യം, പർപ്പസ് ഓഫ് ലൈഫ് എന്താണെന്ന് കൃത്യമായി ഞാൻ അനുഭവിക്കുകയും എൻ്റെ കുഞ്ഞുങ്ങളെ അതിലൂടെ തന്നെ കൈപിടിച്ച് നടത്താൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. അത്രയും ധന്യത എനിക്ക് ഈ ജീവിതത്തിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇത് കാണാതെ പഠിച്ചതോ പറഞ്ഞു തന്നതോ അല്ലെങ്കിൽ പോലും സർവശക്തന്റെ ഒരു പ്രത്യേക അനുഗ്രഹം ചിലപ്പോൾ ഇവിടെ പ്രസന്റ് ചെയ്ത സീബ മാഡത്തിനെ പോലെയുള്ള വേറെ ഗുരുനാഥന്മാരിൽ നിന്നും കിട്ടിയത് കൊണ്ടാകാം, അതിൽ നിധിധ്യാസനം ചെയ്തുകൊണ്ടാകാം, അതിൽ ശ്രദ്ധിച്ചത് കൊണ്ടാകാം, അതിൽ ധ്യാനത്തിൽ മുഴുകിയത് കൊണ്ടാകാം. എല്ലാവർക്കും അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ. ശിവ മാഡത്തിന്റെ മുഴുവൻ ആശയങ്ങളും മനസ്സിൽ ആവാഹിച്ച് അത് മുഴുവൻ പ്രയോഗത്തിൽ വരുത്തി നമ്മുടെ വരും തലമുറയ്ക്ക് ധന്യത ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ശിവ മാഡത്തിന് എന്റെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. താങ്ക് യു ഫോർ ദ എക്സ്ട്രാവലേറ്റഡ് വേർഡ്സ്. താങ്ക് യു വെരി മച്ച് സാർ. സാറിന്റെ വേർഡ്സ് എന്നും വളരെ മോട്ടിവേറ്റിംഗ് ആണ്. ആക്ച്വലി എനിക്ക് സാറിന്റെ ടോക്സ് കൂടുതൽ കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് അട്രാക്റ്റഡ് ആണ് സാറിന്റെ ടോക്സിനോട്. സോ താങ്ക് യു ഫോർ ദാറ്റ് എക്സ്പ്ലനേഷൻ. എല്ലാത്തിനും താങ്ക് യു വെരി മച്ച്. ശരിക്കും ജേക്കബ് സാർ, ഞാൻ അല്പം ഒന്ന് ആഡ് ചെയ്തോട്ടെ. നമ്മൾ ഏത് മേഖലയിലും പർപ്പസ് ഓഫ് ലൈഫ് കണ്ടെത്തിയവരെ നാം ഒബ്സർവ് ചെയ്താൽ വി ക്യാൻ ഫൈൻഡ് ദാറ്റ് മെഡിറ്റേറ്റീവ് പാർട്ട്. വിചാരബിന്ദു സാർ പറഞ്ഞിരുന്ന അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവല് ഇപ്പൊ നമ്മൾ വിചാരിക്കുമല്ലോ, ചില മനുഷ്യരെ കാണുമ്പോൾ ദേ ഹാവ് അക്വയർഡ് ദ പർപ്പസ് ഓഫ് ലൈഫ്. അവരെ ഒബ്സർവ് ചെയ്യുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് പാർട്ട്. ഫോർ എക്സാമ്പിൾ, ഈ അടുക്കളയിൽ പാചകം ചെയ്യുന്ന വ്യക്തികൾ മുതൽ ഡോക്ടേഴ്സ് വരെ, എഞ്ചിനീയേഴ്സ്, വർക്ക്ഷോപ്പില് മെക്കാനിക്സ്, ഇവരിലെല്ലാം ഈ മെഡിറ്റേറ്റീവ് പാർട്ട് ഉണ്ട്. കറക്റ്റ് മാഡം. ആക്ച്വലി അത് പുറത്തുനിന്ന് കാണുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി എന്റേത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതുവരെ സാധിക്കുന്നില്ല. അതാണ് ആക്ച്വലി. ടെസ്റ്റിന്റെ സഹായം നേടിക്കോളൂ. ജേക്കബ് സാർ എന്താ ചെയ്യുന്നത്? ജേക്കബ് സാർ എന്ത് ചെയ്യുന്നു? ഞാൻ അക്കൗണ്ടിങ് ഫീൽഡിലാണ്. പക്ഷെ അത് തന്നെയാണോ എന്റെ ശരിക്കുള്ള ഇൻട്രസ്റ്റ്? ഞാൻ വർക്കിൽ ഓക്കെയാണ് എന്നേ ഉള്ളൂ. എനിക്ക് ഒരു എക്സലൻസ് എന്ന് പറയാൻ ഇല്ല. അതുകൊണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഒക്കെ മറ്റ് മേഖലകളാണ്. പക്ഷെ അതിലെങ്ങും എനിക്കൊരു കഴിവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് മ്യൂസിക് കേൾക്കാനും സിനിമ കാണാനുമാണ് ഇൻട്രസ്റ്റഡ്. പക്ഷെ എനിക്ക് തോന്നാ എല്ലാ ആൾക്കാർക്കും സിനിമയൊക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. ഞാൻ അതിൽ ടാലന്റഡ് അല്ല. സോ ഇപ്പോഴും എനിക്ക് എന്റെ പേർപ്പസ് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളില് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഹി വാസ് ഫ്ലറിഷിംഗ് ഇൻ ഹിസ് ഫീൽഡ്. ഈ ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഹി വാസ് കൺവിൻസ്ഡ് ദാറ്റ് ഹി ഈസ് ആപ്റ്റ് ഇൻ ഹിസ് ഫീൽഡ്. വേറൊരു എക്സാമ്പിൾ പറയാം. അത് നമ്മുടെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കുട്ടി തന്നെയാണ്. ഹി വാസ് ഫ്രം എ വെൽ ഓഫ് ഫാമിലി ആൻഡ് ഹിസ് പേരൻസ് വാണ്ടഡ് ടു മേക്ക് ഹിം എ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ. അങ്ങനെ പക്ഷെ പുള്ളിക്ക് ഇഷ്ടമില്ലായിരുന്നു അതിന് പഠിക്കാനായിട്ട്. അങ്ങനെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. പുള്ളിക്ക് നല്ല ഒരു റെപ്യൂട്ടഡ് ഫേമിൽ ഹൈ സാലറിയിൽ ജോലിയും കിട്ടി. ഒരു 4 വർഷം ജോലി ചെയ്ത ശേഷം പുള്ളി ആ ജോലി രാജിവെച്ചു. 7 വർഷം വീട്ടിൽ കയറിയില്ല. ഹി വെന്റ് ആൻഡ് സ്റ്റഡീഡ് ജേർണലിസം. ഇപ്പോൾ ഫോബ്സ് മാഗസിന്റെ സബ് എഡിറ്റർ പോസ്റ്റിലാണ് ഫസ്റ്റ് കയറിയത്. ഹി ഈസ് ഇൻ എ വെൽ റെപ്യൂട്ടഡ് പൊസിഷൻ ഇൻ ഫോബ്സ് മാഗസിൻ. നമ്മുടെ പാഷനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് ഫീൽ ചെയ്താൽ നമുക്കൊരു ഉറപ്പ് കിട്ടും. നമുക്കെല്ലാം അറിയാം, നമ്മളെ വിവാഹത്തിന് മുമ്പ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് പോകണം എന്ന് പറയുന്ന പോലെ
കുട്ടികളുടെ പഠനത്തിന് മുമ്പ് ഇങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്, ഇത് വൺസ് ചെയ്താൽ മതിയല്ലോ, അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. മറ്റൊരു തരത്തിലേക്ക് സാബു സാർ പറഞ്ഞത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ ഈ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് പോസ്റ്റ് മാരിറ്റലായിട്ട് പലരും ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുമ്പോൾ ഇവരെന്താ പറയുന്നത്, ഇത് വിവാഹത്തിന് മുമ്പ് കിട്ടിയിരുന്നെങ്കിൽ കഴിഞ്ഞ ഇത്രയും വർഷം വെറുതെ കളയണ്ടായിരുന്നു. ആനന്ദം വിവാഹത്തിന് വേണ്ടി പഠനത്തിന് ലക്ഷക്കണക്കിന് രൂപ മുടക്കുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ഒരു എമൗണ്ട് മുടക്കാൻ അവര് ഒട്ടും താല്പര്യമുള്ളവർ, പ്രത്യേകിച്ച് കേരളയിൽ അങ്ങനെ വൈകിയാണെങ്കിൽ നാം ഇത് ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ലൈഫ് സ്വസ്ഥമായി പോകുമല്ലോ. വി വിൽ ബി ഫ്രീ ഫ്രം ദാറ്റ് ബോണ്ടേജ്. ആ ഒരു ലിബറേഷൻ നമുക്ക് ഉണ്ടാവുന്നുണ്ട് ചില അറിവുകൾ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ. പിന്നെ സാറാ പറഞ്ഞതുപോലെ 32 ലക്ഷം രൂപയുടെ ഒരു കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് ഒരു 3000, 4000, 5000 രൂപ ചെലവാക്കിയാൽ ദാറ്റ്സ് വെരി വളരെ മാർജിനലാണത്, വളരെ മാർജിനലാണ്. അതൊരു ചെലവേ അല്ല. ഇപ്പോഴത്തെ കാലത്ത് ചെരുപ്പിനും ഡ്രസ്സിനും ഒക്കെ തന്നെ അതിന് മേലെ പോകുന്നുണ്ട്. ഇപ്പൊ ഈ 32 ലക്ഷത്തിന്റെ നഷ്ടം അല്ലെങ്കിൽ 3.5 വർഷത്തെ നഷ്ടം, സമയം, ആരോഗ്യം, സന്തോഷം, ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആ ടൈം ഫാക്ടർ ഇടയ്ക്ക് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. കാരണം പല കാര്യങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങൾ കേൾക്കുമ്പോൾ വി വിൽ ബി വെരി മച്ച് കൺവിൻസ്ഡ്. വൺസ് ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ അതങ്ങ് മറന്നുപോകും അല്ലേ? ശരിക്കും ബേസിക് ആയിട്ട് കൊടുക്കേണ്ട ഒരു അവയർനെസ് ആണ്. ഇപ്പൊ ഞാനിത് മിനിമം എനിക്ക് തോന്നുന്ന മാം തന്നെ ഇപ്പൊ ഐ തിങ്ക് തേർഡ് പ്രോഗ്രാം ആയിരുന്നു അല്ലേ? ഐ തോട്ട് സെക്കൻഡ്. അതല്ലാതെ മൾട്ടിപ്പിൾ ഒത്തിരി ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നു. പക്ഷെ ഇങ്ങനെ ഒരു അവയർനെസ്സിലേക്ക് നമുക്ക് ഇത്ര എഡ്യൂക്കേഷൻ ചാൻസുകളുള്ള കേരളത്തിൽ പോലും ഇങ്ങനെ ഒരു ട്രെൻഡ് ഇല്ല. അതാണ് എന്റെ ഒരു പ്രോബ്ലം. ഇത് ഒരു പുതിയ കണ്ടുപിടുത്തമാണോ? ആക്ച്വലി ഇത് കുറച്ച് വർഷമായുള്ളൂ ഇങ്ങനെ? അല്ല സർ, ഇതൊരു 20 ഇയേഴ്സിന് മുമ്പേ ഈ സാധനം ഉണ്ടായിരുന്നു. 20 ഇയേഴ്സിന് മുമ്പ് കൊച്ചിയില് ഈ ടെസ്റ്റ് നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ അപ്ഡേറ്റഡ് വേർഷൻ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് വളരെ എൻലൈറ്റഡ് ആയിട്ടുള്ള പേരൻസിന് മാത്രമേ അവരുടെ കുട്ടികളെ ഇതിനകത്ത്, അന്ന് ആ എലൈറ്റ് ക്ലാസ് പഠിക്കുന്ന സ്കൂളുകളിൽ ഇത് മാൻഡേറ്ററി ആക്കി വെച്ചിട്ടുണ്ട് അവര്. കോസ്റ്റ് ഉണ്ടല്ലോ, കോസ്റ്റ് ഉള്ളതുകൊണ്ട് കൂടുതലാണ്. ഇപ്പൊ നമ്മൾ കേരള ബേസ് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി കൂടുതൽ തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഇതിന്റെ ഈ പറഞ്ഞ ഇപ്പൊ നമ്മൾ 5000 രൂപ കൊടുത്ത് ഈ കോഴ്സ് എടുക്കുന്നെങ്കിൽ ഇതിന്റെ ഒരു 60% നമ്മൾ അവർക്ക് പേ ചെയ്യുന്നത്. ഡയറക്ട്ലി ഇറ്റ് ഈസ് പെയ്ഡ് ദർ ഫ്രം സെൻട്രൽ ടെസ്റ്റിംഗ്. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം അല്ല അത്, ഇറ്റ്സ് പെയ്ഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ക്വാളിറ്റി ഉറപ്പുണ്ട്. പക്ഷെ ദാറ്റ് വാസ് നോട്ട് പോപ്പുലർ ദാറ്റ് മച്ച്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ പാൻഡമിക്കിന്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നത് സോ മച്ച് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് വളരെ ചെലവില്ലാതെ തന്നെ പലപ്പോഴും കിട്ടുന്നു. ഇത് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് മലയാള മനോരമ നടത്തുന്ന ഒരു കരിയർ കൗൺസിലിംഗ് കോഴ്സിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കും. അതിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ട് അവരൊരു 30 പേരെ എടുത്തു. അതിന് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് സ്ഥലത്ത് നിന്ന് യാത്ര ചെയ്ത് അവിടെ എത്തണം. പലപ്പോഴും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് യാത്ര ചെയ്ത് പോവുക, ഒറ്റയ്ക്ക് പോവുക, അല്ലെങ്കിൽ അവിടെ താമസിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ബാരിയേഴ്സ് നമ്മൾ കട്ട് ഓഫ് ചെയ്യേണ്ടതായിട്ട് വരും, ഓവർകം ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ഈ വെർച്വൽ പ്ലാറ്റ്ഫോം വന്നപ്പോഴത്തേക്കും ഇങ്ങനത്തെ യാതൊരു ബാരിയറും നമുക്കില്ല. നമുക്ക് യാത്ര ചെയ്യേണ്ട, ഒറ്റയ്ക്ക് പോയി താമസിക്കേണ്ട, നമുക്ക് ഈ ഇൻഫർമേഷൻസ് മുഴുവൻ കിട്ടുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മുടെ ആ പേപാൽ, ഗൂഗിൾ പേ ഇതൊക്കെ വന്നതുകൊണ്ട് ഇഫ് പ്രൊവൈഡഡ് ഇഫ് വി ഹാവ്, അത് നമുക്ക് എളുപ്പത്തിൽ നടക്കുന്നുണ്ട്. നമ്മളുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ അറ്റ് അവർ ഓൺ ടൈം വി ക്യാൻ ഡു ദാറ്റ് ടെസ്റ്റ്, ദെൻ വി ക്യാൻ ഫിക്സ് ദാറ്റ് അപ്പോയിന്റ്മെന്റ് ആൻഡ് ഗെറ്റ് ദ എക്സ്പ്ലനേഷൻസ്. അതുകൊണ്ടാണ് ഇതിപ്പോ പോപ്പുലർ ആയത്. പിന്നെ സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ചെറിയ ടെസ്റ്റ് കൂടെ, പക്ഷെ അത് ഇച്ചിരി കൂടെ ക്വസ്റ്റ്യനെയർ ബേസ്ഡ് ആണ് അല്ലെ, കൂടുതൽ പ്രോബ്ലംസ് ഉണ്ട്. ഇത് ചൂടെ കോംപ്രഹെൻസീവ് ആണ്, ചൂടെ ഇഫക്റ്റീവ് ആണ്. ഓക്കെ, എനിവേ താങ്ക് യു വെരി മച്ച്. വേറെ ആർക്കും ചോദിക്കാനില്ലെന്ന് വിചാരിക്കുന്നു. അപ്പൊ താങ്ക് യു മാം ഒരിക്കൽ കൂടി. താങ്ക് യു സാർ, ഇങ്ങനെ ഒരു അവസരം തന്നതിനും ഇത് പലർക്കും ഉപകാരപ്രദമായി അറിഞ്ഞതിനും വളരെ സന്തോഷമുണ്ട്. താങ്ക് യു so much for everything. Okay, thank you and very much. Thank you sir. Bye.